കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഇന്നും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സ്ഥലത്തിൽ കൂടി വരുവാൻ കർത്താവ് തന്ന ഈ ഭാഗ്യകരമായ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ പ്രത്യേകം നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നതിനെ തുടർന്ന് ഇന്നും നമുക്കൊരുമിച്ച് ദൈവദിനത്തിൽ ചിന്തിക്കാം. കഴിഞ്ഞ രാത്രി യേശുക്രിസ്തു വന്നത് കർത്താവ് തന്നെ പറഞ്ഞതുപോലെ ന്യായപ്രമാണത്തെ, പ്രവചനങ്ങളെ നിവർത്തിക്കാനാണ് കർത്താവ് വന്നതെന്ന് കർത്താവ് പറയുകയുണ്ടായി. അതായത് അനാദിയിലെ ദൈവനിർണയത്തിന്റെ സുപ്രധാനമായൊരു പടിയായിരുന്നു ന്യായപ്രമാണം നൽകിയെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചു. ന്യായപ്രമാണം നൽകിയതിന്റെ ഉദ്ദേശ്യങ്ങൾ എന്തായിരുന്നു എന്നും ന്യായപ്രമാണം എന്താണ് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. ദൈവം പാപപരിഹാരത്തിനായി നിയമിക്കപ്പെട്ട വ്യവസ്ഥകൾ ഇസ്രായേലിനെ ഏൽപ്പിക്കുകയാണ്, ഒരു പ്രതിനിധി എന്ന നിലയിൽ. അത് ഇസ്രായേലിനെ ഏൽപ്പിക്കാനായിട്ട് ഇസ്രായേലിനെ അതിനായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ പ്രസാദം നിമിത്തമാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. എന്നിട്ട് ദൈവം അവരെ തിരഞ്ഞെടുത്തു. മറ്റൊരു കാരണം, അവര് ലോകത്തിൽ ഏറ്റവും സമർത്ഥന്മാരാണ്. അവർ സമർത്ഥന്മാരായതുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതിനേക്കാൾ ദൈവം അവരെ തിരഞ്ഞെടുത്ത സമർത്ഥന്മാരാക്കി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇസ്രായേലിന് പോലും ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ നിവർത്തിക്കാൻ കഴിയാതിരുന്നു. ഒരു യുഗം മുഴുവൻ അവർക്ക് വേണ്ടി ദൈവം നീക്കിവെച്ചു. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ നമ്പരിട്ട് എഴുതി അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അത് പ്രമാണിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തു. നിങ്ങൾ ഇത് ചെയ്താൽ ഇന്നിനെ നന്മ തരും, ഇത് തെറ്റിച്ചാൽ ഇന്നിനെ ശിക്ഷ തരുമെന്ന് പറഞ്ഞ് ഭൗമിക നന്മകളുടെ വാഗ്ദത്തം കൊടുത്ത് ന്യായപ്രമാണം നിവർത്തിക്കുവാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകി. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനത് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ അപ്പടി ആവർത്തിക്കപ്പെടാതിരിക്കുന്നത്. ന്യായപ്രമാണ നിവൃത്തീകരണത്തിനുള്ള പ്രോത്സാഹനമായിട്ടാണ് നൽകിയത്. എന്നിട്ടും ഇസ്രായേലിന് പോലും അത് നിവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മനുഷ്യവർഗത്തിൽപ്പെട്ട ആർക്കും ന്യായപ്രമാണം നിവർത്തിച്ച് പാപപരിഹാരം പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന വലിയ സത്യം വ്യക്തമാക്കേണ്ടതിനായിട്ടാണ്. സ്തോത്രം. അങ്ങനെ ദീർഘമായ യുഗം ദൈവം മനുഷ്യന് നൽകിയെങ്കിലും, സ്തോത്രം, ഇസ്രായേലിന് പ്രത്യേകം നൽകിയെങ്കിലും അവർക്ക് നിവർത്തിക്കാൻ കഴിയാതെ അവർ പരാജയപ്പെട്ട് ന്യായപ്രമാണമെന്ന നുകത്തിന് കീഴെ നിൽക്കുമ്പോൾ, സ്തോത്രം, പാപപരിഹാരത്തിനായി നിയമിക്കപ്പെട്ട ആ വ്യവസ്ഥകൾ നിവർത്തിക്കപ്പെടാതെ പാപപരിഹാരം പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ട്, സ്തോത്രം, അത് നിവർത്തിക്കേണ്ടതിന് യേശുക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്നു. സ്തോത്രം. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരുമായി ഐഡന്റിഫൈ ചെയ്തു. മനുഷ്യവർഗവുമായി ഐഡന്റിഫൈ ചെയ്തു, ഇസ്രായേലുമായി ഐഡന്റിഫൈ ചെയ്തു. സ്തോത്രം. നമ്മൾ ഇന്നലെ രാത്രി യേശുക്രിസ്തു യോർദാൻ നദിയിൽ യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേൽക്കുന്നത് സംബന്ധമായി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, യോർദാൻ നദിയിലെ സ്നാനം അനേക സത്യങ്ങൾ അത് വെളിപ്പെടുത്തുന്നവയാണ്. ഒന്ന്, ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന്, സ്തോത്രം, ടു റിവീൽ ഹിസ് ഐഡന്റിറ്റി ടു ഇസ്രായേലൈറ്റ്സ്, അതിനാണ് സ്നാനമേറ്റത്. സ്തോത്രം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അന്ന് വരെ അറിയപ്പെട്ട സകല ദൈവനീതിക്കും പൂർണ്ണമായും വിധേയപ്പെടേണ്ടതിനാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ച് മറക്കരുത്, ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ ഉപദേശമായിട്ടാണ്, അവസാനത്തെ വ്യവസ്ഥയായിട്ടാണ്, സ്തോത്രം, മാനസാന്തര സ്നാനവും നിർദ്ദേശിക്കപ്പെട്ടത്. സ്തോത്രം. പലവിധ സ്നാനങ്ങൾ നിയമിക്കപ്പെട്ട കൂട്ടത്തിൽ ഒടുവിലായി ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തത്, സ്തോത്രം, അതിലൊടുവിലത്തെ കണ്ണിയായി, ഒടുവിലത്തെ വ്യവസ്ഥയായി, സ്തോത്രം, അവൻ മാനസാന്തര സ്നാനം യോഹന്നാനിലൂടെ നിയമിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. സ്തോത്രം. അതൊക്കെ നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ച ഭാഗമാണ്. സ്തോത്രം. അപ്പോൾ ഭാഗമായി വിവിധമായി അത് നൽകുന്ന കൂട്ടത്തിൽ, സ്തോത്രം, അവസാനമായി അത് നൽകപ്പെട്ടു. അപ്പോൾ കർത്താവ് വന്ന് ഇസ്രായേലിന് വേണ്ടി അത് നൽകിയത് കൊണ്ട് ഇസ്രായേലിനോട് താദാത്മ്യപ്പെടേണ്ടതിന്, സ്തോത്രം, കർത്താവ് അതിന് വിധേയപ്പെട്ടു. മറ്റൊന്ന്, പാപികളോട് താദാത്മ്യപ്പെടേണ്ടതിന്, പാപി അല്ലെങ്കിലും അവൻ പാപികളോട് താദാത്മ്യപ്പെടേണ്ടതിന്. സ്തോത്രം. മാനസാന്തര സ്നാനം എന്തിനായിരുന്നു? സ്തോത്രം, പാപികൾ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടാനായി നിയമിക്കപ്പെട്ടതാണ്. സ്തോത്രം. അപ്പോൾ
പാപികളോടുള്ള താതാത്മ്യവൽക്കരണം നമുക്കവിടെ കാണാൻ കഴിയും. ഇസ്രായേലിനോടുള്ള താതാത്മ്യവൽക്കരണം, പാപികളോടുള്ള താതാത്മ്യവൽക്കരണം, പിന്നെ താൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതിന് നാലാമത് സ്തോത്രം ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ടു വന്ന കർത്താവ്, ന്യായപ്രമാണം നിവർത്തിക്കാൻ വന്ന കർത്താവ്, ന്യായപ്രമാണത്തിന് വ്യവസ്ഥയിൽ അവസാനമായി നൽകപ്പെട്ട ആ വ്യവസ്ഥയ്ക്കും പൂർണ്ണമായും വിധേയപ്പെടുകയാണ്. സ്തോത്രം. അതാണ് യേശു ക്രിസ്തുവിന്റെ യോർദാൻ നദിയിലെ യോഹന്നാന്റെ കൈക്കീഴിലുള്ള സ്നാനത്തിന്റെ സ്തോത്രം പ്രധാനപ്പെട്ട ആന്തരിക മാർമിക സത്യങ്ങൾ. സ്തോത്രം. മാത്രമല്ല, കർത്താവ് യോഹന്നാന്റെ ശുശ്രൂഷയെ അംഗീകരിക്കുന്നു, പരസ്യമായിട്ട് അംഗീകരിക്കുകയായിരുന്നു. സ്തോത്രം. ആ ശുശ്രൂഷയ്ക്ക് താൻ വിധേയപ്പെട്ട നിമിത്തം. സ്തോത്രം. അടുത്തൊന്ന്, അവൻ വിനയപ്പെട്ട് താഴ്മ ധരിച്ച് അതിന് കീഴ്പ്പെടുകയാണ്. ഇങ്ങനെ അനേക സത്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. അതിനുശേഷം മരുഭൂമിയിലേക്ക് പോവുകയാണ്. 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചു. നമ്മൾ ഇന്നലെ അവിടെയാണ് വന്ന് നിർത്തിയത്. സ്തോത്രം. 40 ദിവസം യേശുക്രിസ്തുവിന്റെ മരുഭൂമിയിലുള്ള 40 ദിവസത്തെ ഉപവാസം ഇസ്രായേലിന്റെ 40 വർഷത്തെ മരുഭൂമി യാത്രയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. 40 വർഷം ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ ദൈവം നടത്തിയത് എന്തിനാണെന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലെ 2 മുതൽ വാക്യങ്ങളിൽ നമ്മൾ ഇന്നലെ രാത്രി വായിച്ചു. ഞാൻ നിന്നെ താഴ്ത്തുവാനും നിന്റെ മനസ്സിലിരിക്കുന്ന ഇന്നതെന്ന് അറിയേണ്ടതിനും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകലവചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിങ്ങളെ ആഗ്രഹിപ്പിക്കേണ്ടതിന്. സ്തോത്രം. വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിലൂടെ 40 വർഷം അവരെ നടത്തി. 40 വർഷം അവരെ നടത്തിയിട്ടും ആ കാര്യം അവർ പഠിച്ചില്ല, അവർ വിനയപ്പെട്ടില്ല, അവർ താഴ്മ ധരിച്ചില്ല, അവർ മത്സരിച്ചു. അവർ മത്സരിച്ചതിന്റെ പ്രധാന കാരണം ഭക്ഷണമായിരുന്നു. സ്തോത്രം. നമ്മൾ വായിക്കുന്നുണ്ട്, ഓരോരുത്തൻ താൻ തന്നെ കൂടാരവാതിക്കൽ ഇരുന്നുകൊണ്ട് അങ്ങ് കരയുകയായി. പുസ്തകത്തിലുണ്ട്, നമ്മൾ വായിച്ചാൽ വളരെ സങ്കടം തോന്നും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് 40 വർഷം അവരെ സഹിച്ചു. സ്തോത്രം. ദൈവം അവർക്ക് ശക്തന്മാരുടെ ഭക്ഷണം കൊടുക്കുക. നൂറ്റാണ്ടുകളായി മിസ്രയീമിലെ അടിമപ്പണി ചെയ്തിരുന്ന ആ വർഗത്തെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. വാസ്തവത്തിൽ എന്തൊരു ഭാഗ്യമാണ്. അവരുടെ ഭാഗ്യത്തിന്റെ വർണ്ണനയാണ് നമുക്ക് 91-ാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ ആദ്യം എഴുതിയ സങ്കീർത്തനം 90-ാം സങ്കീർത്തനമാണല്ലോ. വിഷയത്തിന്റെ ക്രമത്തിലാണ് ഇത് ചേർത്തിരിക്കുന്നത്. അല്ലാതെ ആദ്യം എഴുതിയത് ആദ്യവും രണ്ടാമതും ക്രമത്തിലല്ല പുസ്തകത്തിൽ ഒരു പുസ്തകവും തിരുവെഴുത്തിൽ ഒരു പുസ്തകവും ചേർത്തിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ സങ്കീർത്തനവും 150 സങ്കീർത്തനങ്ങൾ, സങ്കീർത്തനം അധ്യായം എന്ന് പറയരുത്, കാരണം 150 പാട്ടാണ്. നമ്മുടെ പാട്ടുപുസ്തകത്തിൽ 150 പാട്ടുള്ളതുപോലെ 150 പാട്ടുള്ള ഒരു പാട്ടുപുസ്തകം പോലെ അത്. അതുകൊണ്ട് ഓരോ സങ്കീർത്തനം എന്നാ പറയുക. അപ്പോൾ 150 പാട്ടുകൾ. അതിൽ ആദ്യം എഴുതിയ പാട്ട് 90-ാമത്തെ പാട്ടാണ്. മോശയാണത് എഴുതിയത്. നമുക്കറിയാമല്ലോ, ദാവീദാണ് കൂടുതലും സങ്കീർത്തനങ്ങൾ എഴുതിയത്. ശലോമോൻ എഴുതി, ആസാഫ് എഴുതി, കോരഹപുത്രന്മാർ എഴുതി, ഇവരൊക്കെ ധാരാളം സങ്കീർത്തനങ്ങൾ എഴുതി. എങ്കിലും മോശയാണ് ആദ്യം സങ്കീർത്തനം എഴുതിയത്. സ്തോത്രം. അപ്പം 90-ാം സങ്കീർത്തനം മോശയുടെ സങ്കീർത്തനമാണ്. നമുക്കറിയാം, തന്റെ സഹോദരനായ അഹ്റോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ അഹ്റോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് അത് വലിയ വേദനയായിരുന്നു. നമുക്കറിയാമല്ലോ, 40 വർഷം അവൻ മരുഭൂമിയിലൂടെ നടന്ന ആ കാലം അവൻ വൈകാരിക സമ്മർദ്ദത്തിന് വിധേയപ്പെട്ടതുകൊണ്ട് അവന് സംസാരശേഷി പോലും നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. നമുക്ക് മോശ ജന്മനാ വിക്കനല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോശ ജന്മനാ വിക്കനല്ലായിരുന്നു. ആ 40 വർഷം അവൻ മിസ്രൈമിൽ മിസ്രൈമ്യരുടെ സകല വിദ്യയും അവൻ അഭ്യസിച്ചു എന്നുള്ളത് തിരുവെഴുത്തിലുണ്ട്. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ സ്തേഫാനോസ് അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മിസ്രൈമ്യരുടെ സകല വിദ്യ അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 22-ാമത്തെ വാക്യം എടുത്തെങ്കിലൊന്ന് വായിച്ചാട്ടെ. നോക്കണേ, വാക്കിലും എന്ന് എടുത്തു പറഞ്ഞിരിക്കുക. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. വളരെ വാചാലമായി സംസാരിക്കാൻ കഴിയുന്ന, സംസാരത്തിൽ വളരെ പ്രാവീണ്യം നേടിയ, പ്രസംഗകല പഠിച്ച ആളാണ്. ഈ ഭാഷാശാസ്ത്രം പഠിച്ചാൽ, പ്രാചീന ലോകത്തിലാണ് ഭാഷാശാസ്ത്രം ഏറ്റവും കൂടുതൽ ഭാഷയ്ക്ക് വളരെ പ്രാമുഖ്യം കൊടുത്തവർ പഠിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും.
അതായത് റെട്ടറിക് എന്ന് പറയും. അതായത് റെട്ടറിക് എന്ന് പറഞ്ഞാൽ വശ്യമായി സംസാരിക്കാനുള്ള കഴിവ്. വളരെ വാചാലമായി മനുഷ്യനെ സ്വാധീനിക്കത്തക്ക നിലയിൽ സംസാരിക്കാനുള്ള കഴിവാണ് റെട്ടറിക് എന്ന് പറയുന്നത്. റെട്ടറിക് ഏൻഷ്യന്റ് ഈജിപ്തിൽ പഠിപ്പിച്ചിരുന്നതാ. അതും മോശ പഠിച്ചിരുന്നു. അപ്പൊ റെട്ടറിക് പഠിച്ചിരുന്ന ഒരാള് വശ്യമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നാൽ, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, വാക്കിൽ സമർത്ഥനായിരുന്നു. സ്തോത്രം. ആ 40 വർഷം താൻ ഏറ്റവും ഉന്നതമായ പദവികൾ അനുഭവിച്ചു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുക. അവിടെ മാട്രിയാർക്കൽ സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ അമ്മ വഴിക്കാണ് അവകാശി. നമ്മുടെ നാട്ടിൽ വാസ്തവത്തിൽ അപ്പൻ വഴിക്ക് അവകാശിയാകുന്നത് യഹൂദ്യ പാരമ്പര്യത്തിൽ നിന്നുണ്ടായതും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതുമാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ സംസ്കാരത്തിൽ അങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഹൈന്ദവ ആചാരം എന്നൊക്കെ പറഞ്ഞാൽ മാട്രിയാർക്കൽ സിസ്റ്റമാണ്, അമ്മ വഴിയാണ്. അതുകൊണ്ടാണല്ലോ അനന്തരവൻ എന്ന് പറയുന്നത്. പെങ്ങടെ മോനെയാണ് എന്താ പറയുന്നത്, അനന്തരവൻ എന്ന് പറയുന്നത്. അപ്പോൾ മാട്രിയാർക്കൽ സിസ്റ്റം ആയിരുന്നു ഏൻഷ്യൻ വേൾഡിൽ പ്രധാനമായ, എസ്പെഷ്യലി ഇൻ ദ ഹീതൻ വേൾഡ്. Matriarchal system of inheritance was there. In that way, ഫറവോന്റെ പുത്രിയുടെ മകൻ ആയിരുന്നതിനാൽ Moses was the rightful hero of Pharaoh next. He was the heir apparent. അടുത്ത ഫേറോ ആകേണ്ടത് ആരാണ്? മോശ. അത്ര പദവികളോടുകൂടിയാണ് അദ്ദേഹം അവിടെ ജീവിച്ചത്. അങ്ങനെ എല്ലാ കഴിവുകളും താൻ ആർജിച്ചു. 40 വർഷം. അടുത്ത 40 വർഷം അവന് ഏതുമില്ലെന്ന് ദൈവം അവനെ പഠിപ്പിക്കുക. അമ്മായിയപ്പന്റെ ആടിനെ തീറ്റി മരുഭൂമിയിൽ നടക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി പ്രസംഗം കേട്ടുള്ള ഞാൻ വിശദീകരിക്കുന്നില്ല. എനിക്ക് 1-2 കാര്യം പ്രധാനമായിട്ട് അവിടെ പറയാനുള്ളത് കൊണ്ട് പറയുകയാണ്. സ്തോത്രം. നോക്കണേ, ആ 40 വർഷം മരുഭൂമിയിൽ നടന്നപ്പോൾ അവൻ അത്ര വളരെ വൈകാരിക സമ്മർദ്ദത്തിന് വിധേയപ്പെട്ടത് കൊണ്ട് അവന്റെ സംസാരശേഷി പോലും നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാമല്ലോ, അധികം പബ്ലിക്കിൽ എഴുന്നേറ്റ് പ്രസംഗിക്കാത്ത ആളുകൾ പബ്ലിക്കിൽ എഴുന്നേറ്റ് ആദ്യം പ്രസംഗിക്കുമ്പോൾ അങ്ങ് വിക്കിപ്പോവും. അവന് വിക്കില്ല, പക്ഷെ എന്ത് പറ്റും, വിക്കുക. ഹി ഈസ് സ്റ്റാമറിങ്. വൈ? ബിക്കോസ് ഹി ഈസ് സബ്ജക്റ്റഡ് ടു ഇമോഷണൽ സ്ട്രെസ്. ഹി ജസ്റ്റ് സ്റ്റാമേഴ്സ്. അപ്പം വൈകാരിക സമ്മർദ്ദത്തിന് വിധേയപ്പെട്ടാൽ വിക്കിപ്പോകും. അതുപോലെ മോശ അത്ര വൈകാരിക സമ്മർദ്ദത്തിന് വിധേയപ്പെട്ടതുകൊണ്ടാണ് അവന്റെ സംസാരശേഷി പോലും നഷ്ടപ്പെട്ടു. ഒന്നുമില്ലെന്ന് ദൈവം അവനെ പഠിപ്പിച്ചു. സ്തോത്രം. സീനായിൽ അവൻ നിൽക്കുമ്പോൾ, സ്തോത്രം, ആട് മേയിച്ചുകൊണ്ട് ദൈവത്തിന് പ്രദമായ ഹോരേബോളം ചെന്നു സീനായി. അവിടെ നിൽക്കുമ്പോൾ ആ പ്രാന്തത്തിൽ നിന്നാൽ അവിടെ നിന്ന് തെക്ക് അല്പം കിഴക്കായി നോക്കിയാൽ ഈജിപ്തിലെ പിരമിഡുകൾ നീലാകാശത്തിലേക്ക് തലയെടുത്ത് നിൽക്കുന്നത് കാണാം. മോശ അവിടെ നിന്നപ്പോൾ തീർച്ചയായിട്ടും ആ പിരമിഡുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് അവന്റെ മനസ്സ് കഴിഞ്ഞ 40 വർഷത്തിനപ്പുറത്തേക്ക് ഓടിപ്പോയി. സ്തോത്രം. ചിന്തിച്ചു കാണും, ആ പിരമിഡുകളുടെ നാട്ടിൽ ഞാനുണ്ടായിരുന്ന കാലം എത്ര നല്ല കാലമായിരുന്നു. നോക്കണേ, അടുത്ത 40 വർഷം കഴിഞ്ഞിരിക്കുക. അവന്റെ ചിന്ത മുഴുവൻ അവിടെ കഷ്ടമനുഭവിക്കുന്ന സഹോദരങ്ങളെ കുറിച്ചായിരുന്നിരിക്കാം. മിറിയാമുണ്ട്, അഹരോനുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്തായി കാണുമെന്ന് അവൻ വളരെ വേദനപ്പെട്ട് കാണും. ഇല്ല, അവരൊക്കെ എന്നേ മരിച്ചു പോയി കാണും. അവന്റെ മനസ്സ് വളരെ നുറുങ്ങി ഉരുകി. സ്തോത്രം. കണ്ണിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെട്ടാൽ കണ്ണുനീർ തന്നെ ആയിരിക്കണമെന്നില്ല, ഒരു വേള രക്തം കലർന്ന കണ്ണീരായിരുന്നിരിക്കും. അത്രമാത്രം വേദനയോടെ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഒന്ന് ഓർത്തേക്ക്. വേദനയോടെ അവിടെ നിൽക്കുമ്പോൾ, സ്തോത്രം, ദൈവം അവനോട് പ്രത്യക്ഷപ്പെടുക. ഞാൻ അങ്ങോട്ട് പോയാൽ നേരം പോകും. സ്തോത്രം. അവൻ ഒന്നുമില്ല എന്ന അവസ്ഥയിൽ അവിടെ നിൽക്കുമ്പോൾ ദൈവം താൻ എല്ലാമാണെന്ന് അവൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. താൻ എല്ലാമാണെന്ന്. അതാണ് മുൾപ്പടർപ്പിൽ തീ എരിയുന്നു, പക്ഷെ മുൾപ്പടർപ്പ് കത്തുന്നില്ല. മുൾപ്പടർപ്പിൽ തീ എരിയുന്നുണ്ട്, പക്ഷെ മുൾപ്പടർപ്പ് കത്തുന്നില്ല. മോശം എത്തി നോക്കുക. അതിനെക്കുറിച്ചൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, God's fire burns but it does not consume any fuel. God's fire needs no fuel. ദൈവത്തിന്റെ തീ എരിയാൻ ഇന്ധനമൊന്നും വേണ്ട. ഞാൻ ഏതുമില്ലെന്ന് മോശ പറയുമ്പോൾ ദൈവം മോശയോട് പറയും, മോശ ഇത് കണ്ടോ, ഇത് എന്റെ തീയാ എരിയുന്നത്. എന്റെ തീ എരിയാൻ വിറകൊന്നും വേണ്ട. നിന്നിലൊന്നുമില്ലാത്തപ്പോഴാണ് എനിക്കിതിനെ ഉപയോഗിക്കാനുള്ളത്. സ്തോത്രം. അങ്ങനെ മോശയോട് ദൈവം അരുളി ചെയ്യുകയാണ്. സ്തോത്രം. അവനൊന്നുമില്ലെന്ന് സമ്മതിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവനെ നോക്കി. സ്തോത്രം.
അവൻ പക്വമായി എന്ന് ദൈവം അവനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. 40 വർഷം മുമ്പ് അവൻ ചാടി പുറപ്പെട്ടതാ. തന്റെ ശക്തി കൊണ്ട് എല്ലാവരെയും സ്വതന്ത്രരാക്കാമെന്നൊക്കെ വിചാരിച്ച് ചാടി പുറപ്പെട്ടതാ. പക്ഷേ മോശേ, നിന്റെ ശക്തി കൊണ്ടല്ല ജനത്തെ വിടുവിക്കേണ്ടത്, ഞാൻ അവരെ വിടുവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവം അവനെ നോക്കിയപ്പോൾ അവൻ ശരിക്കും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ പക്വമായി എന്ന് കണ്ടപ്പോൾ ദൈവം അവനെ തെരഞ്ഞെടുക്കുകയാണ്. അവനെ മിസ്രയീമിലേക്ക് തന്നെത്താൻ താഴ്ത്തി കൊടുക്കുന്നവരെ ദൈവം ഉപയോഗിക്കുള്ളൂ. സ്തോത്രം. മോശയിൽ ആ അളവ് വരെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി തികഞ്ഞു. അതുകൊണ്ട് ദൈവം അവനെ നിയോഗിക്കാം. ചെല്ല. അങ്ങനെ അവരെ അവിടുന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വരിക. സ്തോത്രം. അങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുമ്പോൾ മോശ ദൈവത്തോട് പറയുകയൊക്കെ ചെയ്തു, വിക്കനെയൊക്കെ ഞാൻ സൃഷ്ടിച്ചെന്നൊക്കെ പറയും. നമുക്കറിയാമല്ലോ ആ ഭാഗം. മോശയ്ക്ക് ഒരു വലിയ തുണയായിരുന്നു തന്റെ സഹോദരൻ അഹറോൻ. സ്തോത്രം. സാധാരണ വിക്ക പിന്നെ ദേഷ്യമോ വൈകാരിക സമ്മർദ്ദമല്ല വന്നാൽ പിന്നെ പറയാനുണ്ടോ? ഈ ജനം പോലെ മത്സരികൾ, ഇവരങ്ങ് മത്സരമാണ്. അപ്പോൾ ഇവരും മത്സരിക്കുമ്പോൾ വിക്കനായ മോശ അവരോട് എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങുന്നു ഓർത്തു നോക്കി. എന്തൊരു പ്രയാസമാണ്. അഹറോൻ ഇല്ലെങ്കിൽ അവന്റെ കാര്യം വലിയ കഷ്ടമാണ്. അങ്ങനെ ദൈവം അവന്റെ നാവായി ആരെ കൊടുത്ത? അഹറോനെ. സ്തോത്രം. പക്ഷേ ഇത് അഹറോൻ മരിക്കുക. അഹറോൻ മരിക്കുമ്പോൾ മോശ ഒരു നിസ്സഹായ അവസ്ഥയിലായി കാണും. സ്തോത്രം. അവിടെ അവർ താവളം അടിച്ചിരുന്നപ്പോൾ അവന്റെ ശവസംസ്കാരത്തിന് വേണ്ടി എഴുതിയതാണ് 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം. തലമുറകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. വലിയ ദൈവിക സത്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ പറയുക. അത് കഴിഞ്ഞു കുറെ നാൾ അവരവിടെ ഇങ്ങനെ ചില നാളുകൾ അവിടെ താവളം അടിച്ച് ക്യാമ്പ് ചെയ്യുമ്പോൾ, സ്തോത്രം, ഒരു ദിവസം മോശ അങ്ങോട്ട് മാറി. അവിടെ ഒരു സാൻഡ് ഡ്യൂൺ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ മരുഭൂമി ഉള്ള ഭാഗം കണ്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് ഇവിടെ ഒരു മലയായിരിക്കും, നാളെ അവിടുന്ന് 1/2 കിലോമീറ്റർ മാറിയായിരിക്കും ആ മല. സ്തോത്രം. മരുഭൂമിയിൽ ചുഴലിക്കാറ്റിൽ അടിക്കുമ്പോൾ മണലിങ്ങനെ മണൽ മാറിപ്പോയി. ഇവിടുന്ന് ഈ സാൻഡ് ഡ്യൂൺ വുഡ് ബി ഷിഫ്റ്റഡ് ടു ദാറ്റ് ഏരിയ. അങ്ങനെ ഒരു വേള അവിടെ അടുത്തുണ്ടായ ഒരു സാൻഡ് ഡ്യൂണിന്റെ മുകളിലോട്ട് മോശ കയറി ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ താവളത്തെ നോക്കുക, പാളയത്തെ നോക്കുക. താവളം അടിച്ചിരിക്കുക അവർ. ഇസ്രായേൽ പാളയത്തെ നോക്കിക്കൊണ്ട് അവരുടെ ഭാഗ്യത്തെക്കുറിച്ച് ഇങ്ങനെ പാടുന്ന സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും. ഇസ്രായേലിന്റെ ആ മത്സരത്തെക്കുറിച്ച് ഒരു ചെറിയ കാര്യം നിങ്ങളുടെ മനസ്സിൽ കൂട്ടാനുള്ള ശ്രമത്തിലാണ്. കേൾക്കണേ. സ്തോത്രം. നോക്കണേ. ദൈവത്തിന് സംരക്ഷണയിൽ പാർക്കുന്ന ഇസ്രായേലിന്റെ ഭാഗ്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും നിന്നോട് അടുത്തു വരികയില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് സംഹരിക്കുന്ന ഉച്ചയ്ക്കുള്ള സംഹാരത്തെയും രാത്രിയിലെ മഹാമാരി ഒന്നും നിനക്ക് സ്തോത്രം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമാണ്. സ്തോത്രം. ഭയങ്കര അപകടം. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അതാണ് അഗ്നിസർപ്പവും തേളുമുള്ള മഹാമരുഭൂമി എന്നാ പറഞ്ഞേക്കുന്നത്. അപകടം പിടിച്ച മരുഭൂമിയാണ്. ഇപ്പോൾ മരുഭൂമിയിലൂടെയുള്ള ഈ ഭാഗങ്ങളിലൊക്കെയുള്ള മരുഭൂമിക്കൂടെയുള്ള കാരവാൻ റൂട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാരവാൻ റൂട്ടുകൾ ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ മെർച്ചൻസ്, ഈജിപ്ഷ്യൻ കച്ചവടക്കാര്, മിസ്രൈമിന്റെ കച്ചവടക്കാരൻ, പിന്നെ അതുപോലെ അസീറിയൻ ട്രേഡേഴ്സ്, ഇങ്ങനെ അനേക മിദ്യാന്യ കച്ചവടക്കാർ, ഇവരൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അവരുടെ കാരവാൻ റൂട്ടുകളുണ്ട്. ഈ കരവാൻ റൂട്ടുകൾ കണ്ടുപിടിച്ചത് പ്രധാനമായിട്ടും എങ്ങനെയാണെന്നറിയാമോ? അസ്ഥികൂടങ്ങൾ, പഴയ നാണയങ്ങൾ, പിന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് മണലിനകത്ത് കുഴിച്ചിട്ട് കിടപ്പുണ്ട്. അങ്ങനെയാണ് അവർ പലപ്പോഴും ഈ കാരവാൻ റൂട്ടുകൾ കണ്ടുപിടിച്ചത്. കാരണം എന്താ? 100 കണക്കിന് ആളുകൾ അവരുടെ യാത്രയിൽ തന്നെ ഇവിടെ പെടച്ചു വീണ് ചത്തു. മരുഭൂമിയുടെ ഏറ്റവും വല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സൂര്യാഘാതമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ വടക്കേന്ത്യയിലൊക്കെ സൂര്യതാപം കൊണ്ട് മരിച്ചു. ചൂട് കൂടിയിട്ട് ചാത്തതൊന്നും അല്ല. ചൂട് കൂടി ഡീഹൈഡ്രേഷൻ ഉണ്ടായി ചാടുന്നതൊക്കെ ഉണ്ടാകാം. പക്ഷേ പ്രധാനമായിട്ടുള്ള അപകടം എന്ന് പറഞ്ഞാൽ ഈ സൂര്യന്റെ രശ്മി, UV റേസ് ഒക്കെ വന്ന് മനുഷ്യനെ തൊട്ടുപോയാൽ ചത്തുപോകും.
ഈ രക്തത്തിന്റെ രാസഘടന തന്നെ അങ്ങ് മാറുക. ഭയങ്കര ഡേഞ്ചറസാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള അപകടങ്ങൾ. ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഫാസ്റ്റ് പോയപ്പോൾ വളരെ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഫരീദാബാദിൽ ഇങ്ങനെ ഉച്ചയ്ക്ക് പോകുമ്പോൾ അവനിങ്ങനെ തട്ടിയൊക്കെ വെച്ച് ഭാഷനെ ഇരുന്ന് പോവുക. കുറേ അവനൊരു പാട്ടുമൊക്കെ പാട്ട് നല്ല ആരോഗ്യവാൻ ഒറ്റയ്ക്കല്ല ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു ഇച്ചിരി സ്പീഡ് ഇച്ചിരി ഒന്ന് പതുക്കെ ഒന്ന് കുറഞ്ഞു. അടുത്ത് ഒരു മരമുണ്ട്. ഞാൻ പറഞ്ഞ് ബാബുജി ഏക് മിനിറ്റ് ഠഹർന, ഒരു നിമിഷം നിൽക്കണമെന്ന് പറഞ്ഞേച്ച് ആ തണലത്തോട്ട് മാറ്റി ആ സൈക്കിൾ റിക്ഷ അങ്ങോട്ട് നിർത്തിയിട്ട് അവൻ അങ്ങോട്ട് കയറി അവിടോട്ട് ചെന്നൊന്ന് കിടന്നതാ. 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് കൈവാറുനെ ബുലായ. ഫാസ്റ്റ് പല പ്രാവശ്യം വിളിച്ചു, നോ റെസ്പോൺസ്. ഇറങ്ങിച്ചെന്ന് നോക്കുമ്പം അനക്കമില്ല. ആളിനെല്ലാം വിളിച്ച് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു മരിച്ചുപോയി. എപ്പോഴേ മരിച്ചു പോയതാ. എന്ത് സംഭവിച്ചു? ഈ പോയ പോക്കിൽ ഒരു രശ്മി എന്തോ അവന്റെ ശരീരത്തെ സ്പർശിച്ചു. ഭയങ്കര അപകടമാണ്. നോക്കണേ, അങ്ങനെയുള്ള മരുഭൂമി കൂടെ ആര് പോകുന്നത്? ഇസ്രായേൽ. 40 വർഷത്തെ ഇസ്രായേലിന്റെ മരുഭൂമിയിലുള്ള യാത്രയിൽ ഇവർ പല സന്ദർഭങ്ങളിൽ ഇവരുടെ വലത്തുവശത്തും ആയിരങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കേൾക്കണേ, കൂട്ടത്തോടെ മരിക്കുന്നത് ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതാണ് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത് നിന്നോട് അടുത്തു വരികയും രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നോക്കണേ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഉച്ചയ്ക്ക് അത് കൂടുതൽ. സ്തോത്രം. ഇതിന്റെ എല്ലാം നടുവിൽ 2 വശത്തും ഇവരിങ്ങനെ ആയിരങ്ങൾ കൊല്ലപ്പെട്ട് വീഴുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇവരെ ബാധിക്കാത്ത എന്തുകൊണ്ടാ? ഇവരുടെ മീതെ മേഘം വിരിച്ചിരിക്കുക. സ്തോത്രം. അതാണ് അദ്ദേഹം മോശ പറയുകയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കും, സർവശക്തന്റെ നിഴലിൽ കീഴ്പ്പാൻ. എന്തൊരു ഭാഗ്യമാണ്! ഇവരെ പോലെ ഭാഗ്യവാന്മാരുണ്ടോ? നോർത്ത് നോക്കിക്കേ. വിതയ്ക്കണ്ട, കൊയ്യണ്ട, അധ്വാനിക്കണ്ട, വീട് പണിയണ്ട, റിപ്പയറിങ് നടത്തണ്ട, കിണർ കുഴിക്കണ്ട, എന്ന് വേണ്ട, ഒന്നും വേണ്ട. യാത്ര ചെയ്താൽ മതി. എന്നും രാവിലെ അന്നത്തേക്കുള്ള ആഹാരം കിട്ടും. ഇത് ചുമന്നുകൊണ്ട് പോലും നടക്കണ്ട. ഡെയിലി റേഷനാ, ഡെയിലി കൊടുക്കുക. സ്തോത്രം. വെള്ളമോ അവനവന്റെ കൂടാരവാതിലിൽ ഇച്ചിരി മണൽ മാറ്റിയാൽ വെള്ളമുണ്ട്. അതാണ് അവരെ അനുഗമിച്ച ആത്മിക പാറ. സ്തോത്രം. വളരെ സുരക്ഷിതമാണ്. വസ്ത്രം പഴകുന്നില്ല, എന്നും പുത്തനായിടുന്നത്. ചെരുപ്പ് തേയുന്നില്ല, എന്നും പുത്തൻ. എന്തൊരു ഭാഗ്യമാണ്! പകൽ ഇത് തണൽ നൽകുന്നു, രാത്രിയാകുമ്പോൾ അത് ജ്വലിച്ച് പ്രകാശിച്ച് അവർക്ക് വെളിച്ചം കൊടുക്കുന്നു. ഇങ്ങനെ അവർ യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. ഒരു ഇമ്മ്യൂണൈസ്ഡ് സോൺ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെ നോക്കി മോശ പറയുക, നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാർ. ഇവരാരാ? മിസ്രയീമിൽ രാപ്പകൽ അടിമപ്പണി ചെയ്തവർ. സ്തോത്രം. ഈ ഭാഗ്യം അനുഭവിക്കുമ്പോൾ ഇവരെ ഓർത്ത് ചുറ്റുമുള്ള ജാതികൾ അത്ഭുതപ്പെടുകയാണ്. സ്തോത്രം. ഈ ഭാഗ്യം അവർ അനുഭവിക്കുമ്പോഴും അവർ പിറുപിറുത്തു. ഓരോരുത്തരും കൂടാരവാതിക്കൽ നിന്നുകൊണ്ട് പറയുന്നത്, സ്തോത്രം, ഈ സാരമല്ലാത്ത മന്ന ഇതെന്നാ? നിന്നയോടെ ദൈവത്തിന്റെ പ്രൊവിഷനെ അവർ വരവേറ്റു. സ്തോത്രം. നിന്നയോടെ അവർ ദൈവത്തിന്റെ പ്രൊവിഷനെ വരവേറ്റപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പലപ്പോഴും ദൈവം അവരുടെ സംഹാരം അയച്ചു. ഇടയ്ക്കൊക്കെ അവർ പറയും, ഇതൊക്കെ തന്നു, ഇറച്ചി കൂടെ തരാൻ കഴിയും, ഇറച്ചി കൊടുത്തു. ഇങ്ങനെ ദൈവം അവരെ സഹിച്ച് നടത്തുക. സ്തോത്രം. അവർ ഭക്ഷണകാര്യം പറഞ്ഞാണ് മരുഭൂമിയിലേറെ മത്സരിച്ചത്. ചിറ്റുള്ളി, ചേതുള്ളി, വെള്ളരിക്ക, വെണ്ടയ്ക്ക, സകലവിധ കായ്കളും മിസ്രൈമിലേക്ക് ലഭിച്ചിരുന്നു. ഇതൊക്കെ പറഞ്ഞവർ പിറുപിറുത്തു. മനസ്സുകൊണ്ട് മിസ്രൈമിലേക്ക് പിന്മാറി. സ്തോത്രം. അങ്ങനെ മനസ്സുകൊണ്ട് മിസ്രൈമിലേക്ക് പിന്മാറിയ ജനത്തെ, സ്തോത്രം, ദൈവം സഹിച്ചു നടത്തി. പക്ഷെ അവർ വിനയപ്പെട്ടില്ല. ആ മരുഭൂമിയിൽ അവർ 40 വർഷം മത്സരിച്ചപ്പോൾ എന്റെ പൊന്നു കർത്താവ് വന്ന് 40 ദിവസം ഉപവസിച്ചു. അവർ പഠിക്കാൻ ദൈവം ആഗ്രഹിച്ചൊരു കാര്യം, മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിന്റെ വായിൽ കൂടി സകല വചനം കൊണ്ടും ജീവിക്കും. സ്തോത്രം. അവർ പഠിച്ചില്ല. എൻ്റെ കർത്താവ് അതിന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞപ്പോൾ പിശാച് വന്ന് അവനെ പരീക്ഷിക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പഠിക്കാഞ്ഞ സത്യം എൻ്റെ കർത്താവ് അതിന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വചനം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി. സ്തോത്രം. തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുക. സ്തോത്രം. അതാണ് 40 ദിവസത്തെ ഉപവാസത്തിന്റെ പ്രാധാന്യം. സ്തോത്രം. ഉപവസിക്കുന്നതിന് എത്ര ദിവസം വേണമെന്നൊന്നും ഒരു ചിട്ടയുമില്ല. കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. 24 hours ആയിരുന്നു ഇസ്രായേൽ ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂറേഷൻ. സ്തോത്രം. അതുമുതൽ എത്ര ദിവസം വേണേലും ഉപവസിക്കാം. പക്ഷെ യേശുവിന്റെ 40 ദിവസമായി നമ്മൾ കണക്ട് ചെയ്യരുതെന്നേ ഉള്ളൂ. എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഉപവാസത്തെ കുറിച്ച് വിശദീകരണം വേണമെന്ന് ചില എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വേറെ ചില ആളുകളുണ്ട് 21 ദിവസത്തെ ഉപവാസം വെക്കുന്നു. സ്തോത്രം. അട്ടെ 21 ദിവസം 3 ആഴ്ച ഒരു ഞായറാഴ്ച തീരുന്ന സന്തോഷമല്ലേ? ഞായറാഴ്ച തുടങ്ങി ഞായറാഴ്ച തീരുന്ന സന്തോഷം. എല്ലാവരും അത് 21 വെച്ചു, അതിന് കുഴപ്പമില്ല. പക്ഷേ 21 ആയെങ്കിലേ ശരിയാകുമെന്ന് ചിന്തിച്ചാൽ അപകടമായി. ദിവസങ്ങളും കാലങ്ങളും ആചരിക്കുന്ന കർമ്മത്തിന്റെ ആചാരങ്ങളിലേക്ക് നീ പിന്നെ മടങ്ങിപ്പോവുകയാണ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ചില ആളുകൾ ചോദിക്കാറുണ്ട് 21 തന്നെ ഇരിക്കണം. കാര്യം ദാനിയേൽ 21 ദിവസമാണ് ഉപവസിച്ചത്. 21 ദിവസമാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു അവനോട് എതിർത്തു നിന്നത്. നോക്കണേ, അവന്റെ ഉത്തരം കൊടുക്കാതെ എതിർത്തു നിന്നത്. പ്രധാന ദൂതനായ മീഖായേൽ വന്ന് അവനെ റിലീസ് ചെയ്ത പിന്നാണ് ഗബ്രിയേലിന് സന്ദേശവുമായി വരാൻ കഴിഞ്ഞത്. അവന്റെ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം തന്നെ കൽപ്പന പുറപ്പെടുവിച്ചെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ. സ്തോത്രം. 21 ദിവസം പാർസി രാജ്യത്തിന്റെ പ്രഭു അവനോട് എതിർത്തു നിന്നു. സ്തോത്രം. അതുകൊണ്ട് 21 ദിവസം വരെയാണ് പിശാച് സാധാരണ എതിർത്ത് നിൽക്കുന്നതെന്നും അതുകൊണ്ട് 21 ദിവസം നമ്മൾ ഉപവസിക്കണമെന്നും പറയുന്നവരെ കേട്ടിട്ടുണ്ട്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, പുതിയ നിയമ വ്യവസ്ഥയിൽ അങ്ങനെയല്ല. സ്തോത്രം. പഴയ നിയമ കാലഘട്ടത്തിൽ ദൂതന്റെ കയ്യിൽ അങ്ങനെ സന്ദേശം കൊടുത്തയക്കുന്ന രീതി ആയിരുന്നെങ്കിൽ പുതിയ നിയമവ്യവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് അവന്റെ ആ ആലോചനകൾ നമുക്ക് തരികയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. മറ്റൊരു കാര്യം, സ്തോത്രം, മാത്രമല്ല പഴയ നിയമ കാലഘട്ടത്തിൽ യുദ്ധത്തിന്റെ പോർവിളിയുടെ കാലമായിരുന്നു. നിങ്ങൾ പറഞ്ഞോ എന്ന് ഓർമ്മയില്ല. പോർവിളിയുടെ കാലമായിരുന്നു. സ്തോത്രം. സൈന്യങ്ങളെ യഹോവ, യുദ്ധവീരനായ യഹോവ. പഴയ നിയമം മുഴുവൻ അങ്ങനെയാ, സൈന്യങ്ങളെ യഹോവ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ പ്രയോഗമില്ല. കാര്യം എന്താ? യുദ്ധം കാൽവറിയിൽ ജയിച്ചു. പുതിയ നിയമത്തിൽ ജയിച്ചവരുടെ ജയ്വിളിയ. പഴയ നിയമത്തിൽ പോർവിളിയെങ്കിൽ പുതിയ നിയമത്തിൽ ജയ്വിളിയാണ്. സ്തോത്രം. യുദ്ധം കാൽവറിയിൽ ജയിച്ചു. സ്തോത്രം. ഇന്ന് ദൈവം അയക്കുന്ന ഒരു ദൂതനെയും പിശാചിന് തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. അവൻ തോറ്റവന. സ്തോത്രം. ദൈവം അനുവദിക്കാതെ യാതൊന്നും ചെയ്യാൻ അവന് കഴിയുകയില്ല. മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. അതുകൊണ്ട് ഒരു ദിവസമോ 2 ദിവസമോ 21 ദിവസമോ നിങ്ങൾക്ക് സൗകര്യമുള്ളത്രത്തോളം ദിവസം നിങ്ങൾ ഉപവസിക്കുക. ദിവസത്തിന് പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും മാസങ്ങളും ആചരിച്ചാൽ അത് ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളിലേക്കുള്ള തിരിച്ചുപോകലാണ്. മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. അതുകൊണ്ട് ഒരു ദിവസത്തിനും ഒരു നമ്പർ ഓഫ് ഡേയ്സിനും ഒരു പ്രത്യേകതയും ആരോപിക്കരുത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. ഉപവാസം എന്നുള്ള തന്നെത്താൻ, ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ, താഴ്ത്തി കൊടുക്കാനുള്ള സമയമാണ്. തന്നെത്താൻ താഴ്ത്തി കൊടുക്കാനുള്ള സമയമാണ്. യേശുവിനോട് ഉപവാസത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, കോടിത്തുണിക്കണ്ടം പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം എടുത്തെങ്കിലും വായിച്ചേര്. നോക്കണേ,
ഇതെന്താ? ഉപവാസത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞത്. മത്തായി 9:16-17, മർക്കോസ് 2:18 മുതൽ 22 വരെ, ലൂക്കോസ് 5:38-39 എന്നീ വാക്യങ്ങളിൽ നമുക്ക് ഇതേ കാര്യം കർത്താവ് പരാമർശിച്ചിരിക്കുന്ന കാണാൻ കഴിയും. ഒരു ഭാഗം വായിച്ചാൽ മതി, സമയം പോവല്ലോ, ഞാൻ പറയാം. എന്താ കർത്താവ് ഇതുകൊണ്ട് അർത്ഥമാക്കിയത്? പരീശന്മാര് വായിക്കണ്ട, നമുക്ക് സമയം പോവല്ലോ. പരീശന്മാർ അവരുടെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നു, യോഹന്നാനും അവരുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു. നിങ്ങൾ എന്താ ഉപവസിക്കാത്തത്? ശിഷ്യന്മാർ എന്താ ഉപവസിക്കാത്തതെന്ന് കർത്താവ് ഒന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാ, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയില്ല. മണവാളൻ വിട്ടുപോകുന്ന ഒരു സമയം വരും, അന്ന് ഉപവസിച്ചോളൂ. എന്നിട്ട് കർത്താവിന്റെ വിശീലനം പറയാം, കോടിത്തുണിക്കണ്ടം പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോടിത്തുണിക്കണ്ടം എന്ന് പറഞ്ഞാൽ പുതിയ തുണി. ഇന്നാണല്ലോ നമുക്ക് ഈ ടെക്സ്ചറൈസ്ഡ് തുണികളൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. ഇപ്പൊ വിമലിന്റെ ഒക്കെ വലിയ മോസ്റ്റ് മോഡേൺ മിൽ ഇവൻ ഇൻ ഇന്ത്യ, അത് ടെക്സ്ചറൈസേഷൻ എന്നൊക്കെ പറയും. അതായത് ഒട്ടും ഷ്രിങ്ക് ചെയ്യത്തില്ല, ചുരുങ്ങത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിലും ചിലപ്പോൾ തുണി മേടിച്ചാൽ എന്ത് ചെയ്യും? ചുരുങ്ങിപ്പോവായിരുന്നു. ഓർക്കുന്നുണ്ടോ? തുണി മേടിച്ചാൽ ഇങ്ങനെ അങ്ങ് ചുരുങ്ങിപ്പോകും, കഴുകുമ്പോഴത്തേന് അങ്ങ് ചുരുങ്ങിപ്പോകും. പഴയ കർത്താവ് ഇത് പറയുന്ന സമയത്ത് പലപ്പോഴും തുണി മേടിച്ചാൽ പുതിയ തുണി കഴുകുമ്പോൾ ചുരുങ്ങും. അപ്പോൾ കഴുകി പഴകിയ ഒരു തുണി, പഴകിയ തുണിയിൽ ഒരു ചീന്തലുണ്ടായി, ഒരു കീറൽ, ഒരു ഭാഗം കീറിപ്പോയപ്പോൾ ഒരു പുതിയ കഷ്ണം അവിടെ ചേർത്ത് തുന്നുകയാ. ഇന്നത്തെ പോലെ വസ്ത്രമൊന്നും ധാരാളമുള്ള കാലമല്ല. അപ്പം വസ്ത്രമൊക്കെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കും. അപ്പൊ കീറിയ ആ ഭാഗത്ത് മറ്റൊരു കഷ്ണം ചേർത്ത് തുന്നും. അപ്പോൾ പഴയ വസ്ത്രത്തോട് ഒരു പുതിയ കഷ്ണം തുണി ചേർത്ത് തുന്നിയാൽ, നോക്കണേ, 1 ഇഞ്ച് സ്ക്വയറിലുള്ള ഒരു കീറലാണെങ്കിൽ 1 ഇഞ്ച് സ്ക്വയറിലുള്ള ഒരു തുണിക്കഷ്ണം, പുതിയ തുണിക്കഷ്ണം ചേർത്ത് തുന്നി വെച്ചാൽ കഴുകുമ്പോൾ എന്ത് ചെയ്യും? ചേർത്ത് തുന്നി വെച്ച 1 ഇഞ്ച് സ്ക്വയറിലുള്ള തുണി, പുതിയ തുണി ഷ്രിങ്ക് ചെയ്യും. അത് 3/4 ഇഞ്ചിലേക്ക് അങ്ങ് വലിയും. 3/4 ഇഞ്ചിലേക്ക് വലിഞ്ഞാൽ ചീന്തൽ വല്ലാതെയാകും, അതങ്ങ് വലിച്ചു പോകും. പഴയതും പുതിയതും കൂടെ ചേരുകയില്ല. മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. അതുതന്നെയാണ് തുരുത്തി, വൈൻ സ്കിൻ. മൃഗങ്ങളുടെ തോലുകൊണ്ടാണ് അവര് വൈൻ ബോട്ടിൽസ് ഉണ്ടാക്കിയിരുന്നത്. ഈ വൈൻ ബോട്ടിൽ പുതിയ മീൻസ് തുരുത്തിയാണെങ്കിൽ നല്ല ബലമാണ്. അതിനകത്തോട്ട് പുതിയ വീഞ്ഞ് ഒഴിച്ചു വെച്ചാൽ പുതിയ വീഞ്ഞ് കുറെ കഴിയുമ്പോൾ തന്നെ ഇങ്ങ് ഫെർമെന്റ് ചെയ്തങ്ങ് വലുതാവും. ഫെർമെന്റ് ചെയ്തങ്ങ് നമുക്കറിയാമല്ലോ, ഈ അപ്പം ഉണ്ടാക്കാൻ മാവ് പുളിക്കാൻ വെക്കുമ്പം ചിലപ്പോൾ കാണില്ല, പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോഴത്തേന് പാത്രത്തിന് മുകളിൽ കൂടെ താഴെ കിടക്കും കുറെ. അതിങ്ങനെ പുളിച്ചു പൊങ്ങും. ഇതുപോലെ ഈ വീഞ്ഞിങ്ങ് പുളിച്ചു പൊങ്ങുമ്പോൾ ഇത് പുളിച്ചു പൊങ്ങുന്നതനുസരിച്ച് ഈ തുരുത്തിയും വികസിച്ചു കൊടുക്കും. എന്നാൽ വേറൊരു തുരുത്തി, അത് പഴയതാ, അത് വികസിച്ചതിന്റെ പരമാവധി വികസിച്ച ഒരു തുരുത്തിയാണ്. ആ പഴയ തുരുത്തി എടുത്ത് അതിനകത്തോട്ട് പുതിയ വീഞ്ഞ് പകർന്ന് വെച്ചാൽ ഈ പുതിയ വീഞ്ഞ് എന്ത് ചെയ്യും? വികസിക്കുമ്പോൾ തുരുത്തി പരമാവധി ഓൾറെഡി വികസിച്ചതായതുകൊണ്ട് അതിന് പിന്നെ വികസിക്കാൻ കഴിയാത്തത് കൊണ്ട് തുരുത്തി പൊട്ടിപ്പോകും, വീഞ്ഞ് ഒഴുകിപ്പോകും. മനസ്സിലായില്ലേ? അപ്പൊ പഴയതും പുതിയതും കൂടെ ചേരുകയില്ല. ഉപവസിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവവുമായി ആ വ്യക്തിബന്ധം സ്ഥാപിക്കപ്പെട്ട പുതിയ സൃഷ്ടിയായ ഒരു വ്യക്തിക്ക്, ഒരു ഭക്തനുള്ളതാ. മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. രൂപാന്തരം വന്ന ജീവിതത്തിലാണ് ഉപവാസം ഉണ്ടാകേണ്ടത്. പഴയതും പുതിയതും കൂടെ ചേർക്കണ്ട. കേൾക്കണേ, ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആ ഹൃദ്യമായ കൂട്ടായ്മ ബന്ധത്തിന്റെ സന്തോഷകരമായ അനുഭവമാണത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് ഓർക്കുന്നത്. കൂടെ വസിക്കാം പറഞ്ഞാണ് ഞാൻ. സ്തോത്രം. കൂടെ വസിക്കാന്നുള്ള അനുഭവം, ദൈവിക സംസർഗത്തിന്റെ ആ ഊഷ്മളമായ അനുഭവം, അതിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഒരാൾ ഉപവസിച്ചാൽ അവന് ശരിക്കും അതൊരു കഷ്ടപ്പാടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റിജോയ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് and to enjoy the sweet harmonious fellowship with God, your fasting will become a drudgery. It will become a hard experience. അത് കഠിനമായ ഒരു അനുഭവമായി പോകും. സ്തോത്രം. അപ്പോൾ ദൈവ സാന്നിധ്യത്തിന് സന്തോഷം അനുഭവിക്കുവാൻ തക്കതുപോലെ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നവരാണ് എന്ത് ചെയ്യേണ്ടത്? ഉപവസിക്കേണ്ടത്. മണവാളൻ ഇപ്പൊ കൂടെയുണ്ട്. മണവാളൻ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മണവാളൻ അങ്ങ് പോകുമ്പോൾ ആളത്വമായി അവരിൽ നിന്നും
സ്തോത്രം, അപ്രത്യക്ഷമാകുന്ന മണവാളൻ, അവന്റെ സാന്നിധ്യം ദൃശ്യമായ നിലയിൽ അവർക്കില്ലാതെ വരുമ്പോൾ, സ്തോത്രം, ആത്മീയ കൂട്ടായ്മ അവർക്ക് മണവാളനുമായി അനുഭവിക്കാൻ കഴിയാൻ വെച്ചിരിക്കുന്ന ഒരു ഉപാധിയാണ് ഉപവാസം. ഇപ്പൊ കൂടണ്ട, മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. In the physical realm they can have the fellowship with me. I am right here with them in my physical body. You get me? സ്തോത്രം. മണവാളൻ കൂടെയുണ്ട് ഇപ്പോ. സ്തോത്രം. ഇപ്പോൾ ഉപവസിക്കാതെ തന്നെ അവർക്ക് എന്നോടുള്ള ആ കൂട്ടായ്മയിൽ സന്തോഷിക്കാൻ കഴിയും. സ്തോത്രം. ഫിസിക്കൽ റെൽമിൽ തന്നെ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പിരിഞ്ഞു പോകും. അപ്പോഴേക്കും അവർ പുതിയൊരു രൂപാന്തരത്തിന് വിധേയപ്പെട്ട പുതിയ സൃഷ്ടിയെ പോലെ ആയിത്തീരും. അന്ന് അവരെന്ത് ചെയ്തോളും? ഉപവസിച്ചോളും. ഫിസിക്കൽ റെൽമിലെ സന്തോഷത്തെക്കാൾ ആത്മീയ മണ്ഡലത്തിലെ ആനന്ദത്തിലേക്ക് ഉയരാൻ കഴിയുന്ന ഒരു നിലയിൽ വരുന്നു കഴിയുമ്പോഴാണ് ഉപവാസം ആസ്വാദ്യകരമാകുന്നത്. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായല്ലോ? സ്തോത്രം. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ അതിൽ സന്തോഷിക്കാറുണ്ടോ? How many of us rejoice in the presence of God? നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ്ണ, നിന്റെ വലത്തുഭാഗത്തൊന്നും. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കും. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവസാന്നിധ്യത്തിനായി ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ നിലവാരം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉപവാസം നിങ്ങൾക്ക് ആസ്വാദ്യകരമാകാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. അല്ലാതെ ഇതൊരു ചടങ്ങായി ഒരു നേർച്ചയായി ഒരിക്കലും ആകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് തന്നെത്താൻ താഴ്ത്തി, സ്തോത്രം, ഞാൻ ഏതുമില്ല, സ്തോത്രം, എന്നുള്ള നിലയിലേക്ക്, സ്തോത്രം, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ? സ്തോത്രം. മനസ്സിലായില്ലേ? വിവരം പറയണേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്ന അനുഭവം പ്രാപിക്കാത്തവന് ഉപവാസം മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അവന് കഠിനമാണ്, അവന് പട്ടിണിയാണ്. വ്യക്തമായോ? സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്ന ആത്മീയ ചൈതന്യവൽക്കരണം അവനിലുണ്ടായി. വീണ്ടും ജനനാനുഭവം ഉണ്ടായി. അകത്തവൻ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ പ്രമോദിക്കുന്ന, വചനത്തിൽ സന്തോഷിക്കുന്ന ആഴമായ ആത്മീയ നിലവാരം പ്രാപിച്ചവന് മാത്രമേ ഉപവാസം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, സന്തോഷകരമായ ഒരനുഭവം ആകെയുള്ളൂ. സ്തോത്രം. മനസ്സിലായില്ലേ? അല്ലെ എന്ത് ചെയ്യണം? അപ്പം കൊണ്ട് ജീവിക്കുന്ന ശരീരത്തിൽ അവൻ അപ്പം ഭക്ഷിച്ച് ബലമുള്ളവനായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഫിസിക്കൽ ബോഡിയിൽ ഭൗമികമായ അതില്ലാതെ വരുമ്പോൾ, സ്തോത്രം, ദൈവാശ്രയബോധത്തിൽ സന്തോഷിക്കുന്ന അനുഭവം, അതാണ് ഉപവാസത്തിന് ഏറ്റവും ഉദാത്തമായ ഭാവം. സ്തോത്രം. തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണത്. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ മരുഭൂമിയിൽ മത്സരിച്ചപ്പോൾ കർത്താവ് മരുഭൂമിയിൽ ഉപവസിച്ച്, സ്തോത്രം, ദൈവനീതി നിവർത്തിക്കുക. അതായത് ഇസ്രായേലിന് നിവർത്തിക്കാൻ കഴിയാഞ്ഞ നീതി എന്റെ കർത്താവ് അവിടെ നിവർത്തിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. എന്റെ കർത്താവ് ഇസ്രായേലുമായി താതാത്മ്യപ്പെടുകയായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ദൈവപുത്രൻ എന്ന പേര് തന്നെ സ്വീകരിച്ചത്. സ്തോത്രം. ഞാൻ പറഞ്ഞോ എന്ന് ഓർമ്മയില്ല. സ്തോത്രം. കേൾക്കണേ, ദൈവപുത്രൻ എന്ന പേര് തന്നെ. കാര്യം ദൈവം ഇസ്രായേലിന് കൊടുത്ത പദവിയാണ്. വായിച്ചാട്ട് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം, പുറപ്പാട് 4:22-23. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദിജാതൻ തന്നെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദിജാതനെ തന്നെ കൊന്നുകളയുമെന്ന് പറയുക എന്ന് മതി. നോക്കണേ, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കാം. അവനെ വിട്ടയക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ ഞാൻ കൊന്നുകളയും. അപ്പോൾ ഇസ്രായേലിന് ദൈവം കൊടുത്ത സ്റ്റാറ്റസ് ആണ് ഏത്? ദൈവത്തിന്റെ പുത്രൻ.
ദൈവത്തിന്റെ ആദ്യജാതൻ. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കർത്താവിയുടെ ദൈവപുത്രൻ എന്ന നിലയിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന് ദൈവം കൊടുത്ത ആ സ്റ്റാറ്റസിലേക്ക് അവൻ വരികയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന് നിവർത്തിക്കാൻ കഴിയാഞ്ഞ നീതി നിവർത്തിക്കലിന്റെ ഭാഗമായി അവൻ വന്നു. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. പറഞ്ഞോ. അല്ലല്ല, ഇസ്രായേലിന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ, ഇസ്രായേലിന് മുഴുവൻ കൊടുത്തിരിക്കുന്ന മോശയുടെ മോനെ കുറിച്ചാണ് പറഞ്ഞത്. വായിച്ചു. എവിടെ മോശയുടെ മോന്റെ കാര്യം പറയുന്നത്? ആരാ എന്റെ പുത്രൻ എന്നാ പറഞ്ഞേ? ഇസ്രായേൽ. ദൈവം ഇസ്രായേൽ മക്കൾക്ക് മുഴുവൻ കൊടുത്ത പേരാണ് ഏത്? സ്തോത്രം, ദൈവത്തിന്റെ പുത്രൻ. അതുകൊണ്ടാ എന്റെ പുത്രന് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ, എന്റെ പുത്രനെ, മോശയുടെ മോനും അവിടെ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ എന്റെ പുത്രനെ വിട്ടയക്കാൻ ഫറവോനെ നിനക്ക് മനസ്സില്ലെങ്കിൽ, മനസ്സിലായില്ലേ? ഇസ്രായേൽ എന്ന എന്റെ മോന്, അവൻ എന്റെ മോനാ. വിട്ടയക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ ഞാൻ കൊന്നുകളെ. മനസ്സില്ലാഞ്ഞതുകൊണ്ടാണ് കടിഞ്ഞൂൽ സംഹാരം ഉണ്ടായത് അവിടെ. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ ഇസ്രായേലിന്റെ ആ സ്ഥാനത്തേക്ക് വരിക. ഇസ്രായേൽ ന്യായപ്രമാണം നിവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ടു. മനസ്സിലാവുന്നില്ലേ? എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അവർക്കത് കഴിയാതെ പോയപ്പോൾ ആ സ്റ്റാറ്റസിലേക്ക്, ആ പൊസിഷനിലേക്ക് ആര് വരിക? യേശു വരിക. അതുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന പേര് സ്വീകരിച്ചത്. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടേ? സ്തോത്രം, ഹല്ലേലൂയ. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ന്യായപ്രമാണം നിവർത്തിക്കുവാൻ ഇസ്രായേലിന്റെ സ്റ്റാറ്റസിലേക്ക്, ആ പൊസിഷനിലേക്ക്, ആ നിലയിലേക്ക് കർത്താവ് വന്നതുകൊണ്ടാണ് ആ സ്ഥാനപ്പേരെന്ന പോലെയാണ് ദൈവപുത്രൻ എന്ന പേര് സ്വീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ അവിടെ ആ കർത്താവ് മറിയയിൽ ജനിക്കുമ്പോഴല്ലല്ലോ ആരംഭം. എന്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. We can say that it's an official designation. കർത്താവ് നിവർത്തിക്കാൻ വന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനപ്പേരാണ്. അവന്റെ ആളത്വത്തിന്റെ പ്രകൃതത്തെ വെളിപ്പെടുത്തുന്നതല്ല. മനസ്സിലായോ? സ്തോത്രം. മകൻ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ചായന മോൻ എന്ന് പറയുമ്പോൾ ആളത്വത്തിന്റെ പ്രകൃതമാണ്. സ്തോത്രം. നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലുള്ളൊരു ഇതല്ല യേശു. സ്തോത്രം. പിന്നെ ആ പുത്രൻ എന്ന് പറഞ്ഞ് ഇസ്രായേലിന് കൊടുത്ത ആ സ്റ്റാറ്റസിലേക്ക് വരിക. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? പല ആളുകളും ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ അമ്മയില്ലാത്തവനാ ഇവന്മാരെന്ന് പറയും. ഏതാ? കന്യാമറിയാമിനെ ബഹുമാനിക്കാത്തവരാണ്. ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ. കന്യാമറിയാമിന്റെ ആ സമർപ്പണമൊക്കെ നമുക്ക് വളരെ മാതൃക. തലമുറകളെല്ലാം അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഭാഗ്യവതി. എന്തൊരു സമർപ്പണമാത്. കല്ലേറുകൊണ്ട് ചാകാനുള്ള സാഹചര്യത്തിൽ അല്ലേ കല്യാണം നിശ്ചയിച്ചിരിക്കുമ്പോൾ ദൂതം വന്ന് പറയുക, നീ ഗർഭവതിയാവും. അവള് നല്ല താൻ പോരുമയുള്ള ഒരു പെൺകുട്ടിയാ, യുവതിയാ. അതുകൊണ്ട് അവള് ചോദിക്കുക, ഞാൻ പുരുഷനെ അറിയായാൽ ഇതങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ കല്യാണ കുടുംബ ബന്ധത്തിൽ നിന്നാണോ അവൾ ഗർഭവതിയാകുന്നത് ചോദിച്ചപ്പോൾ ദൂതം പറഞ്ഞ അല്ല. അതാ അവൾ ചോദിക്കുന്നത്, പുരുഷനെ അറിയാകിയാൽ ഇതങ്ങനെ പുരുഷ സംസർഗത്താലല്ല, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭവതിയാകുമെന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞ വാക്ക് കിട്ടി, അടിയൻ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക്. വേറെ ആരായിരുന്നാലും എന്താ പറഞ്ഞിന്? ഞാൻ ഇതാ യോസപ്പിന്റെ മണവാട്ടി, അവനോടും കൂടെ വിവരമൊന്ന് പറഞ്ഞേക്കണേ. കുറഞ്ഞ പക്ഷം അത് ചെയ്യല്ലേ. ഭൗമികമായ അഡ്രസ് രണ്ടാമതാ, അത് ദൈവസനിൽ പ്രസക്തമല്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ, പഴയത് കഴിഞ്ഞുപോയി. ഇന്നടുത്ത ഇന്നാരുടെ മോന, ഇന്നടുത്ത ഇന്നാരുടെ മോള, ഇന്നടുത്ത ഇന്നാരുടെ ഭർത്താവാ, ഭാര്യ, ചേട്ടനാ, അനിയനാ, അമ്മാച്ചനാ, അനന്തരവനാ. നോ, ദൈവസന്നിധിയിൽ അതിന് യാതൊരു പ്രസക്തിയും ഉണ്ടാകരുത്. നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? അതാ പൗലോസ്ലീഹ അതിന്റെ പുതിയ വ്യാഖ്യാനം പറഞ്ഞു. കർത്താവ് എനിക്ക് വെളിപ്പെട്ടപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട്
അനുവാദം ചോദിക്കാതെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അടിയനിതാ കർത്താവിൻ്റെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഡ്രസ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം പറയണം ഞാനൊരു ദൈവവേദിയിലാണെന്നായിരിക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേ അഡ്രസ്. സ്തോത്രം. I am a banker, I am an executive. Well, thank God for the position God has given you. Well, I am an engineer, I am a doctor. Well, I am so and so, I am a professor, so and so. പറ. സന്തോഷം. സ്തോത്രം. തന്റെ ഭക്തന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ദൈവം തന്ന നമുക്കത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളെ ആദരിക്കുന്നു. സ്തോത്രം. I rejoice with you. I appreciate you. I honor you. But that's a secondary designation. The first would be, I am a child of God. You are with me? ആ സമർപ്പണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത മറിയ, സ്തോത്രം, നമുക്കൊരു മാതൃകയാണ്. നാം അവളെ ആദരിക്കുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. സ്തോത്രം. ഭക്തന്മാരുടെ ഗണത്തിൽ ദൈവം ആ പ്രിയ ആ ബഹുമാന്യയായ വിശുദ്ധയ്ക്ക് കൊടുത്ത സ്ഥാനം. സ്തോത്രം. പക്ഷേ പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൽ അഡീഷണൽ ആയിട്ടുള്ള യാതൊരു പ്രിവിലേജും കൊടുത്തിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടേ? അവൾ പിന്നെ ഒരു നോർമൽ വൈഫായി ജീവിച്ച്, ഒരു വീട്ടമ്മയായി ജീവിച്ച്, ജോസഫിന്റെ ഭാര്യയായി ജീവിച്ച്, സ്തോത്രം, മരിച്ച് അടക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, 120 പേര് കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ആരുമുണ്ട്? മറിയയുമുണ്ട്. ആദ്യത്തെ ജെറൂസലേം കൗൺസിൽ കൂടിയപ്പോൾ മറിയ ജീവിച്ചു. സോറി, ഇത്രയും സമയമായോ? മനസ്സിലാവുന്നുണ്ടോ? എന്റെ ദൈവമേ, ദൈവപുത്രൻ എന്നുള്ളത് മീൻസ് ഇസ്രായേലിന്റെ സ്ഥാനത്ത് വന്നോണ്ട. ഒരു ചെറിയ വിശദീകരണം കൂടെ തരാം. പ്രിയ ദൈവമക്കളെ, കർത്താവ് തന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാണ്. സ്തോത്രം. പ്രവചന പുസ്തകങ്ങളിൽ ഇസ്രായേലിന്റെ സ്റ്റാറ്റസ് ആണ് മുന്തിരിവള്ളി എന്നുള്ളത്. സ്തോത്രം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞത് നട്ടു, തടമെടുത്തു, വേലികെട്ടി, വേണ്ടതെല്ലാം ചെയ്തു, ചക്കും കുഴിച്ചിട്ടു, എല്ലാം റെഡിയാക്കി, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. കായ്ച്ചതോ? നിങ്ങൾ എനിക്കും എന്റെ മുന്തിരിവള്ളിക്കുമിടയിൽ ന്യായം വിധിപ്പീൻ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിന്റെ വേര് പൊളിച്ചു കളയും. കാട്ടുമന്നി അതിനെ വാന്തി കളയട്ടെ, വയലിലെ മൃഗങ്ങൾ അത് തിന്നു കളയട്ടെ. സ്തോത്രം. സാക്ഷാൽ മുന്തിരിവള്ളിയായി, നല്ല മുന്തിരിവള്ളിയായി ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. പക്ഷെ അവര് കാട്ടുമുന്തിരിയായി. എന്നാൽ ഇവിടെ ഇതാ നല്ല മുന്തിരിയായി. ഇസ്രായേലിൽ നിന്ന് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്താഗ്രഹിച്ചോ, ഹല്ലേലൂയ, അവരേത് നിലയിൽ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അത് മുഴുവൻ ആളത്വമായി എൻ്റെ കർത്താവ് ഇവിടെ മനുഷ്യൻ എന്ന നിലയിൽ വെളിപ്പെടുത്തുകയായിരുന്നു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കുമ്പോൾ അവനെ ആ മനുഷ്യൻ എന്ന ആസ്പെക്റ്റിൽ എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? കർത്താവ് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ഇസ്രായേൽ, സാക്ഷാൽ ഇസ്രായേൽ, തന്റെ മകൻ എങ്ങനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ. ഹല്ലേലൂയ. അതിന്റെ വെളിപ്പാടായി ആ ഉന്നത നിലവാരത്തിലാണ് എൻ്റെ കർത്താവ് ഇവിടെ ആയിരുന്നത്. അതാണ് സ്തോത്രം. ദൈവപുത്രൻ, സാക്ഷാൽ മുന്തിരിവള്ളി എന്നിങ്ങനെയുള്ള പേരുകൾ മനസ്സിലായല്ലോ, വെളിപ്പെടുത്തുന്നതാണ്. സ്തോത്രം. അങ്ങനെ കർത്താവ് 40 ദിവസം. അവിടെ ഈ പരീക്ഷയെക്കുറിച്ചും ചിലർക്ക് ചില സംശയങ്ങളുണ്ട്. മരുഭൂമിയിലെ പരീക്ഷ, ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ട. കുറേ ആളുകൾ, ഒത്തിരി പേര് തെറ്റിപ്പോകുന്നുണ്ട്. ഈ ചില ആളുകൾ പെന്തക്കോസ്തരാണെന്ന് അഭിമാനിക്കുന്നവരിൽ തന്നെ ചില ആളുകൾ അവർ വിചാരിക്കുന്നത്, അവർ പഠിപ്പിക്കുന്നതും യേശുക്രിസ്തുവിൽ പാപപ്രകൃതം കടന്നു വന്ന, യേശുക്രിസ്തുവിന് പാപം ചെയ്യാമായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ന്യായമാണെന്ന് തോന്നുന്നു നമുക്ക്. കേൾക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന് പാപം ചെയ്യാമായിരുന്നു എന്നും പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ പിന്നെ പരീക്ഷയ്ക്ക് വിധേയപ്പെടുന്നതിനകത്ത് എന്തായിരുന്നു അർത്ഥമെന്നും ഒക്കെ ചോദിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കേൾക്കുന്നുണ്ടേ? അവൻ പൂർണ്ണ മനുഷ്യനും അതേസമയം പൂർണ്ണ ദൈവവുമാണ്.
ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. അപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അപ്പൊ ചില ചോദിക്കും, പാപപ്രകൃതം ഇല്ലെങ്കിൽ പിന്നെ പൂർണ്ണ മനുഷ്യനാകുമെന്ന്. എന്റെ കൂടെ ഉണ്ടോ? അറിവിത്തി പാപപ്രകൃതം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ പൂർണ്ണ മനുഷ്യൻ? അയ്യോ, പാപപ്രകൃതം ഇല്ലാത്തവനാ പൂർണ്ണ മനുഷ്യൻ. പാപപ്രകൃതം കടന്ന മനുഷ്യൻ ക്രിപ്പിൾഡ് മാനാ, വൈകല്യം പറ്റിയവനാ. എന്റെ കൂടെ ഉണ്ടോ? യു ഗെറ്റ് മീ? അയ്യോ, എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? പാപപ്രകൃതം കടന്നപ്പോൾ അവൻ ആരായി? അവൻ വൈകല്യമുള്ളവനാണ്. ഹി ബിക്കേം ക്രിപ്പിൾഡ്. ജീസസ് ഡിഡ് നോട്ട് കം ആസ് എ ക്രിപ്പിൾഡ് പേഴ്സൺ, but he came as the perfect, real, ideal man. വ്യക്തമായോ? ഏറ്റവും വിശുദ്ധന്മാരാണെന്നൊക്കെ പബ്ലിക്കായോണ്ട്, പരസ്യമായോണ്ട് ഞാൻ പേര് പറയുന്നില്ല. നിർബന്ധമാണെങ്കിൽ പറയാം, അല്ലെ വ്യക്തിപരമായി ചോദിച്ചാൽ പറയാം. എനിക്ക് വലിയ വിഷമമുണ്ട്. എനിക്ക് വളരെ സ്നേഹമുള്ള കുറെ പേര് അതിന്റെ കൂട്ടത്തിലൊക്കെ അകപ്പെട്ടു പോയി. ഇപ്പോ നമ്മളാരും അതിന്റെ കൂടെ പോകരുത്. യേശുക്രിസ്തുവിൽ പാപം ഉണ്ടായിരുന്നെന്നും കർത്താവിന് പാപം ചെയ്യാമായിരുന്നു എന്നും നമ്മൾ അങ്ങനെയൊന്നും. പൂർണ്ണ മനുഷ്യൻ, പാപത്തിന് മേൽ വിജയമുള്ളവനാണ്. എന്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദൈവമായിരുന്നത് കൊണ്ട് ഹി വാസ് ബിയോണ്ട് ദി ഏരിയ ഓഫ് സിന്നിങ്. സ്തോത്രം. ഇനി പിന്നെന്തിനാ അപ്പം പാപത്തിന് മീതെയുള്ളവനായിരുന്നു പിന്നെന്തിനാ പരീക്ഷയ്ക്ക് വിധേയപ്പെട്ടത്? കേൾക്കണേ. സ്തോത്രം. പരീക്ഷയ്ക്ക് വിധേയപ്പെട്ടത്, കർത്താവ് പരീക്ഷയ്ക്ക് വിധേയപ്പെട്ടത് നമ്മളോട് താതാത്മ്യപ്പെടുവാനാണ്. കേൾക്കുന്നുണ്ടേ? പിശാചിനെ ജയിക്കാനാ. ഇനി അടുത്ത കാര്യം, നമ്മൾ പരീക്ഷയ്ക്ക് വിധേയപ്പെടുന്ന പോലെ അല്ല കർത്താവ് പരീക്ഷയ്ക്ക് വിധേയപ്പെട്ടത്. യേശുവിന്റെ പരീക്ഷയും നമ്മുടെ പരീക്ഷയും രണ്ടാ. നമ്മുടെ പരീക്ഷ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നതാ. യേശു പരീക്ഷിക്കപ്പെട്ടത് പുറത്തുനിന്ന് അകത്തോട്ട്. Satan was trying to instill that sinful desire in him from outside. പുറത്തുനിന്ന് ആ പാപ താല്പര്യങ്ങൾ അവനിലേക്ക് ചെലുത്താൻ. മനസ്സിലായോ? മത്സരത്തിലേക്ക് അവനെ നടത്താൻ അവൻ ശ്രമിക്കുകയായിരുന്നു. സ്തോത്രം. നമുക്കാണേലോ അകത്തുനിന്ന് പുറത്തോട്ട് വരിക. നമ്മൾ അകത്തുനിന്നുള്ള ആ കുഴപ്പം കൈകൊണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പാടുപെടുക. എന്റെ കൂടെ ഉണ്ടേ? യു ഗെറ്റ് മീ? സ്തോത്രം. അപ്പോൾ യേശു വിധേയപ്പെട്ട പരീക്ഷ, സ്തോത്രം, നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന പോലെ അല്ല. പാപമൊഴികെ, കേൾക്കുന്നുണ്ടേ? പാപമൊഴികെ സകലത്തിൽ നമുക്ക് ദുരിനായി പരീക്ഷിക്കപ്പെടും. എനിക്കിത് കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇന്ന് നമ്മുടെ ഒത്തിരി അബദ്ധങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വി ഷുഡ് ബി വെരി കറക്റ്റ് ഇൻ ക്രിസ്റ്റോളജി. ക്രിസ്തുത്വ ശാസ്ത്ര സംബന്ധമായി വചനത്തിന്റെ കൃത്യതയിൽ നമ്മൾ നിൽക്കണേ. എന്റെ കൂടെ ഉണ്ടേ എല്ലാവരും? സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അങ്ങനെ 40 ദിവസം ഉപവാസം, അത് കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അവന്റെ പരസ്യ ശുശ്രൂഷ തുടരുകയാണ്. സ്തോത്രം. ഇനി പരസ്യ ശുശ്രൂഷ സമയത്ത് കർത്താവ് അത്ഭുതം ചെയ്തത് ദൈവം എന്ന നിലയിലല്ല, മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്. ദൈവം എന്ന നിലയിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. ദൈവം എന്ന നിലയിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ വളരെ ചുരുക്കമാണ്. മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാലാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്. സ്തോത്രം. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. വായിച്ചോ. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വെക്കുകയും അല്ലായിക വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെക്കുകയും. വാക്യം തെറ്റിയോ നോക്കി. 32 ഞാൻ പറഞ്ഞു. 32 വായിച്ചു. അല്ലായിക വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെക്കുകയും. അതിന്റെ 28 വായിച്ചാട്ടെ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്ന് തീരുന്നു. അപ്പൊ ഭൂതങ്ങളെ പുറത്താക്കിയത് എങ്ങനെ പറഞ്ഞ്? ദൈവാത്മാവിനാൽ. ഇനി വായിച്ചാട്ടെ. എബ്രായലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം.
വായിച്ചോ കറക്റ്റാ. ജഡീയശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി ഒട്ടിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ മതിയല്ലോ. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. പരിശുദ്ധാത്മാവിനാലാണ് അവൻ ക്രൂശിക്കപ്പെടുന്നത് പോലും. തന്റെ ശുശ്രൂഷ മുഴുവൻ സ്തോത്രം പരിശുദ്ധാത്മാവിനാലായിരുന്നു. അവൻ ദൈവമാണ്, എന്നാൽ ആ ദൈവത്വത്തിന്റെ മണ്ഡലത്തിലല്ല, തന്റെ ദൈവിക കഴിവിലല്ല, ദൈവമെന്ന നിലയിലല്ല കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്. മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാലാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്. സ്തോത്രം. ഇനി ദൈവം എന്ന നിലയിൽ ചെയ്ത അത്ഭുതങ്ങൾ, ഒന്ന്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എന്റെ എടുക്കുന്നത് ഞാൻ നിങ്ങളെ അത് ദൈവം എന്ന നിലയിൽ ചെയ്തൊരു കാര്യമാണ്. കാരണം ഏതേൻ പർദീസായിൽ ആദം ഹവ്വാമാർ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു, ശാപിച്ചു, പുറത്താക്കി. പോ മനുഷ്യ, പോ, മുഖത്തെ വിയർപ്പോടെ അപ്പം ഭക്ഷിക്ക്, നീ ഇനി അധ്വാനിച്ചാലും ഭൂമി അതിന്റെ പുഷ്ടനും കയറിയാലും പൊയ്ക്കോ. മുഖത്തെ വിയർപ്പോടെ അപ്പം ഭക്ഷിക്ക്. കഷ്ടപ്പാടിന് വേണ്ടി ദൈവം അവരെ ഇറക്കി വിട്ടു. ഏതൊരു ദൈവം അവരെ കഷ്ടപ്പാടിനും മുഖത്തെ വിയർപ്പിനും വേണ്ടി ഇറക്കി വിട്ടു, അതേ ദൈവം മനുഷ്യനായി വന്നു നിന്നുകൊണ്ട് അവരെ വിളിക്കാം, വരീൻ, അധ്വാനം മതിയാക്ക്, പോരെ പോരെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നേക്കാം. അപ്പൊ നോക്കണേ, ഇറക്കി വിട്ടത് ദൈവമാണെങ്കിൽ തിരിച്ചു വിളിക്കുന്നത് ആരായിരിക്കണം? ദൈവം എന്ന നിലയിലാണ്. രണ്ട്, പാപം മോചിച്ചു കൊടുത്തു. മകനെതിരെ പാപം മോചിച്ചു കൊടുത്ത ദൈവത്വത്തിലാ. സ്തോത്രം. പിന്നെ അത്തിയെ ശപിച്ചു, അത് ദൈവത്വത്തിലാ. അത്തിയെ ശപിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ പ്രത്യേക ജാതി എന്ന നിലയിൽ പ്രത്യേക പദവിയിൽ നിന്ന് തള്ളിക്കളയുക എന്നുള്ളതാണ്. സ്തോത്രം. ആ പ്രത്യേക പദവിയിലേക്ക് ഇസ്രായേലിനെ സ്വീകരിച്ച ദൈവമാണെങ്കിൽ തള്ളിക്കളയുന്നു ആരാ? ദൈവമാണ്. അതും ദൈവം എന്ന നിലയിൽ ചെയ്ത. പിന്നെ ദൈവം എന്ന നിലയിൽ ചെയ്ത മറ്റൊരു കാര്യം, അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതും ദൈവം എന്ന നിലയിൽ ചെയ്ത. അതായത് ഏതേനിൽ ഏതൊരു ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞ ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയോ, സ്തോത്രം, മനസ്സിലായല്ലോ. ആ ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ തന്റെ ആത്മചൈതന്യം ദൈവം മനുഷ്യനെ നിക്ഷേപിക്കുകയാണ്. സ്തോത്രം. ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യനിൽ തന്റെ ആത്മചൈതന്യം നിക്ഷേപിച്ച്, സ്തോത്രം, തന്റെ ജീവനിൽ നിന്ന് അവൻ ജീവൻ പ്രാപിക്കുവാൻ, ആത്മിക ജീവൻ പ്രാപിക്കുവാൻ മുഖാന്തരമായി ആ ആത്മചൈതന്യമാണ് പാപം നിമിത്തം മനുഷ്യൻ നഷ്ടപ്പെട്ടത്. സ്തോത്രം. ആ ആത്മചൈതന്യം തിരികെ കൊടുക്കുവാൻ എന്റെ കർത്താവിടെ വന്നപ്പോൾ ഏതെനിൽ ഊതിയതിന്റെ കൗണ്ടർ പാർട്ടായി, സ്തോത്രം, അവരുടെ മേൽ ഊതി. അതും ദൈവം എന്ന നിലയില. യേശു ഊതി എന്നും പറഞ്ഞ് ഇപ്പൊ ഊതാൻ ഒത്തിരി പേര് നടക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അതിന്റെ പുറകെ പോകരുത്. അത് പൈശാചികമാണ്. നമ്മുടെ ഇടയിൽ ഏതാണ്ട് പല സഭാ നേതാക്കന്മാരും ഒരു വക നിരുത്തരവാദപരമായ ചുവടെടുക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ജനത്തെ നേർവഴിക്ക് നടത്തേണ്ടവർ, സത്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടവർ നിരുത്തരവാദപരമായ ചില ചുവടുകൾ എടുക്കുന്ന കാണാം. ശരിയാണ്, തെറ്റാണ്, നമ്മൾ എതിർക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട. ശരി, പോകുന്നവരൊക്കെ പോട്ടെ, വരുന്നത് നിനക്ക് വേണ്ട, വേണ്ട, നിനക്ക് തെറ്റാന്ന് പറഞ്ഞാൽ നീ തെറ്റാ, വേറെ ശരിയാന്നിരുന്നോട്ടെ. മനസ്സിലായോ? അയ്യോ കൊള്ളാമല്ലോ. ഇത് ഒരെണ്ണം രണ്ട് തെറ്റും ശരിയും കൂടെ ആകാൻ ഒക്കുവോ? നിങ്ങളെന്റെ കൂടെ അല്ലേ? ഊതാനും ദൈവത്തെ നാമത്തെ ഊതാനും ആരാ വന്ന്? എവിടെ നിന്നാണ് വായിച്ചേ? ആർക്കാണ്ട് ഇപ്പം കാണാൻ പുതിയ വല്ല ചീട്ടെഴുതി കൊടുത്തോ സ്വർഗത്തിൽ നിന്ന്? അങ്ങനെയാണെങ്കിൽ പുസ്തകം പൂർണ്ണമല്ലല്ലോ. ആട്ടെ, അത് ഞാൻ വേറൊരു ദിവസം വളരെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ പരിപാടിയും കൊണ്ട് വന്ന് അങ്ങോട്ട് പോയേക്കണ്ട. ദൈവം എന്ന നിലയിലാണ്. ഏതേനിൽ ഊതിയ ദൈവം അവിടെ മേൽ ഊതുകയാണ്. എൻ്റെ കൂടെ ഉണ്ടേ. ഊതിയപ്പം അപ്പോസ്തലന്മാരാരും മലന്നടിച്ച് വീണില്ല. സംശയമില്ല. ഉണ്ടോ? അത്യാവശ്യമായിട്ട് പറയണമെങ്കിൽ പറയാം. അല്ലെ ഞാൻ എൻ്റെ വിഷയം ഞാൻ ഒത്തിരി പുറയിലായിപ്പോയി. പൊക്കോട്ടെ. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ദൈവത്വത്തിൽ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷ ചെയ്യുകയാണ്. എന്തിനാണെന്നറിയാം? നമുക്ക് മാതൃക കാണിക്കാൻ. 1 പത്രോസ് 2:21 വായിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയും. അതിനായിട്ടല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്,
പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയി. കേട്ടോ, നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു മാതൃക കർത്താവ് വെച്ചിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നമുക്കും, കേൾക്കുന്നുണ്ട്, നമുക്കും പരിശുദ്ധാത്മാവിനാൽ എന്റെ കർത്താവ് ചെയ്ത ശുശ്രൂഷകൾ ചെയ്യാം. കാരണം കർത്താവ് മനുഷ്യത്വത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിച്ചു. ചില പറയാറുണ്ട്, ലാസറിന്റെ കല്ലറയ്ക്കൽ മനുഷ്യത്വത്തിൽ കരഞ്ഞു, ദൈവത്വത്തിൽ ഉയർപ്പിച്ചു. കേൾക്കുന്നുണ്ടേ? ചില പ്രിയപ്പെട്ടവരൊക്കെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുസ്തകം പരിശോധിച്ചാൽ നല്ല വേദപുസ്തകം പഠിച്ച ദൈവ പണ്ഡിതന്മാർ, വേദപുസ്തകത്തെ അപഗ്രഹിച്ച് പഠിക്കുന്ന ശ്രേഷ്ഠന്മാരായ ആളുകളെല്ലാം ഞാൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അത്രയും സൂക്ഷിക്കാതെ ചിലരങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. സ്തോത്രം. ലാസറിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞു, മനുഷ്യത്വത്തിൽ കരഞ്ഞു, ദൈവത്വത്തിൽ ഉയർപ്പിച്ചത്. ദൈവത്വത്തിലാണ് ഉയർപ്പിച്ചതെങ്കിൽ പിന്നെ മനുഷ്യരായ നമുക്ക് ആർക്കും ഉയർപ്പിക്കാൻ ഒക്കുകയല്ലോ. കാര്യം ദൈവമാണെങ്കിലല്ലേ ഉയർപ്പിക്കാൻ ഒക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. എന്നാൽ മനുഷ്യത്വത്തിൽ ഉയർപ്പിച്ചു പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ടാണ് മനുഷ്യരായ നമുക്കും പരിശുദ്ധാത്മാവിനാൽ ആ ശുശ്രൂഷ ചെയ്യാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിനും അധികം നിങ്ങൾ ചെയ്യുമെന്ന്. സ്തോത്രം. ഇനിയും കല്ലറയ്ക്കൽ കരഞ്ഞതുകൊണ്ടാണെന്നറിയോ? ആ ഭാഗം വായിച്ചാൽ വളരെ ശ്രദ്ധേയമായിട്ട് നമുക്കത് കാണാൻ കഴിയും. സ്തോത്രം. അതായത് മറിയ കരയുന്നു, കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടപ്പോൾ. സ്തോത്രം. വായിച്ചു 11 യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം അതിന്റെ 32 വാക്യം വായിച്ചു. 32, 33 വേഗം വായിക്കാം. 32 വായിച്ചു, വേഗം വായിച്ചു. വായിച്ചോളൂ. കേട്ടോ, ഇതാണ് സന്ദർഭം. കേട്ടേ, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടപ്പോ, സ്തോത്രം, അവന്റെ ഉള്ളം നൊന്തു. ലാസറിനെ ഓർത്തല്ല, യഹൂദന്മാർ തെറ്റിദ്ധരിച്ചു. അവര് പറയുക, ഓ നോക്കിയാ അവനോട് എന്ത് പ്രിയം ഉണ്ടായിരുന്നു. ലാസറിനെ ഓർത്തല്ല കരയുന്നത്. കാര്യം ലാസറിനെ ഓർത്ത് കരയേണ്ട കാര്യമില്ല. അവന് ഉയർപ്പിക്കാൻ പോവാ. ഞാൻ അവനെ ഉണർത്താൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോരുന്നേ അല്ലേ. ലാസറിനെ ഓർത്തല്ല, പിന്നെ ആരെ ഓർത്താ കരയുന്നത്? മറിയ കരയുന്നു, യഹൂദന്മാരും കരയുന്നു. ഈ രണ്ട് കണ്ണീരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കേൾക്കുന്നുണ്ടേ? മറിയം കരയുന്നു, യഹൂദന്മാരും കരയുന്നു. മറിയോടൊക്കെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കയില്ല. ഇതൊക്കെ വ്യക്തമായി പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചിരിക്കെ, സ്തോത്രം, ഇപ്പോൾ സ്വന്തം സഹോദരൻ മരിച്ചപ്പോൾ യഹൂദന്മാർ കരയുന്ന പോലെ തന്നെ ഇവളും കരയുക. രണ്ടുപേരുടെയും കണ്ണീര് തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത കണ്ടപ്പോൾ എന്റെ കർത്താവിന് ദുഃഖമായി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. ഞാനൊരു അധ്യാപകനാണ്. ശരിക്കും കുറെ നാള് വളരെ ശ്രദ്ധിച്ചൊരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞ്, കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ ഒരു ടെസ്റ്റിന്റെ സമയം വരുമ്പം ഞാൻ പറഞ്ഞതിന്റെ നേരെ ഉൾട്ടാ ചെയ്യുമ്പം, മാമിയുണ്ടല്ലോ, ടീച്ചറല്ലേ, അപ്പൊ അറിയാമല്ലോ. ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ശരിക്കും വേദന ഉണ്ടാവും. എൻ്റെ കർത്താവിന് അതിനേക്കാൾ വേദന. യഹൂദന്മാർ കരയുന്നു, ഇവളും അതുപോലെ കരയുന്നു, ഒരു വ്യത്യാസമില്ല. ഉള്ളം നൊന്ത് കലങ്ങി. സ്തോത്രം. അതിനാ അവിടെ കരഞ്ഞത്. അവിടെ വ്യക്തമാണ് പ്രിയരെ. അപ്പോൾ മനുഷ്യത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ അവനെ ഉയർപ്പിച്ചു. സ്തോത്രം. ദൈവത്വത്തിൽ സ്തോത്രം ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ 3.5 വർഷക്കാലം, ഇനി 3.5 വർഷക്കാലമാണ് ശുശ്രൂഷിച്ചെന്നുള്ളതിന് തെളിവുകൾ. സ്തോത്രം. സ്തോത്രം. അതായത് യോഹന്നാന്റെ സുവിശേഷം എടുത്താൽ നമുക്ക് 4 പെസഹകളെ കാണാൻ കഴിയും. സ്തോത്രം. വാക്യങ്ങളൊന്ന് വേഗം വായിച്ചാൽ
2-ാം അധ്യായം 13-ാം വാക്യം 23-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13, 23. 23 കണ്ടോ? അപ്പോൾ പെസഹ പെരുന്നാളിൽ ആദ്യത്തെ 1-ാമത്തെ പെസഹ, 2-ാമത്തെ പെസഹ 5-ന്റെ 1. നോക്കട്ടെ, ഇനി 6-ന്റെ 4. അപ്പൊ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. അടുത്ത പെസഹ അടുത്തിരുന്നു. വായിച്ചു. അടുത്തത് ഇനി 11-ന്റെ 55. മതിയല്ലോ. ഇതാ ഇങ്ങനെ 5-ന്റെ 1 മാത്രമേ യഹൂദന്മാരുടെ ഒരു ഉത്സവം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതും പെസഹ തന്നെയാണ്. അപ്പോൾ 4 പെസഹ, 4-ാമത്തെ പെസഹയിൽ യേശു ക്രൂശിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടല്ലോ? 4-ാമത്തെ പെസഹയോടുള്ള ബന്ധത്തിൽ 11-ന്റെ 55 പറയുന്ന ആ പെസഹ അടുത്തു. ആ പെസഹയിൽ കർത്താവ് പങ്കെടുത്തിട്ട് എന്ത് ചെയ്യുക? ക്രൂശിക്കപ്പെടുക. അപ്പോൾ പെസഹായ്ക്ക് കുറച്ചു നാൾ മുമ്പാണ് കർത്താവ് തന്റെ ശുശ്രൂഷ തുടങ്ങിയത്. കർത്താവ് തന്റെ ശുശ്രൂഷ തുടങ്ങി. കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി. അടയാളങ്ങളുടെ ആരംഭമാണത്. അപ്പോഴേ ഗുരുവിന് ശിഷ്യന്മാരുണ്ട്. കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടതൊക്കെ എവിടെ വെച്ചാ? യഹൂദ്യയിൽ വെച്ചാ. ഓർക്കുന്നുണ്ടല്ലോ? മരുഭൂമിയിൽ പോയി അവിടുന്ന് ഗുരു ചില ശിഷ്യന്മാരെയൊക്കെ ചേർത്തു. ഇതെല്ലാം കഴിഞ്ഞ് കാനായിൽ ചെന്നു, കല്യാണ വിരുന്നിൽ പങ്കെടുത്തു. പിന്നെയും ആ ഗലീലിയൻ മിനിസ്ട്രിയുടെ ആരംഭമെല്ലാം കുറിച്ചു കഴിഞ്ഞാണ് ആദ്യത്തെ പെസഹ. ഏകദേശം 6 മാസം. മനസ്സിലാവുന്നുണ്ട്? എബൌട്ട് 6 months. അത് കഴിഞ്ഞു. സ്തോത്രം. പെസഹ വന്നു. പെസഹായ്ക്ക് ഇങ്ങനെ യെരൂശലേമിൽ വരിക. അത് കഴിഞ്ഞു അടുത്ത പെസഹ, പിന്നെയും യെരൂശലേമിൽ വരിക. അത് കഴിഞ്ഞു അടുത്ത 5-ന്റെ 1 പറയുന്നു. അടുത്ത് കഴിഞ്ഞ് 6-ന്റെ 4 അടുത്ത പെസഹ. സ്തോത്രം. 4-ാമത്തെ പെസഹ 11-ന്റെ 55 സൂചിപ്പിച്ചു. പിന്നെ താഴോട്ട് അതിന് 12-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ആദ്യത്തെ 6 മാസം കേൾക്കണേ. ആദ്യത്തെ 6 മാസം. അത് കഴിഞ്ഞ് 1-ാം പെസഹായ്ക്കും 2-ാം പെസഹായ്ക്കും ഇടയ്ക്ക് 1 വർഷം. ഇനി 2-ാം പെസഹായ്ക്കും 3-ാം പെസഹായ്ക്കും ഇടയ്ക്ക് 2-ാം വർഷം. 3-ാം പെസഹായ്ക്കും 4-ാം പെസഹായ്ക്കും ഇടയ്ക്ക് 3-ാം വർഷം. അങ്ങനെയാണ് 3.5 വർഷമെന്ന് കണക്ക് കൂട്ടുന്നത്. സ്തോത്രം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. അടുത്ത് അതിന് വേറെയും ചില സപ്പോർട്ടീവ് എവിഡൻസസ് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഏലിയാവിന്റെ ശുശ്രൂഷ 3.5 വർഷക്കാലമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ 3 സംവത്സരവും 6 മാസവും ദേശത്തെ മഴ പെയ്തില്ല. ഏലിയാവിന്റെ ശുശ്രൂഷ 3.5 കൊല്ലമാണ്. അടുത്തത് എതിർ ക്രിസ്തുവിന്റെ ഏകാധിപത്യ ഭരണവും 3.5 കൊല്ലക്കാലമാണ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ എടുത്തെങ്കിലും വായിച്ചാണ്. ദാനിയേൽ 7-ന്റെ 25, 9-ന്റെ 27 തുടങ്ങിയ വാക്യങ്ങളിൽ നോക്കണേ, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. ആഴ്ചവട്ടം എന്ന് പറഞ്ഞ 7 വർഷമാണ്. 7കളുടെ മധ്യ മൂലകൃതിയിൽ അത് മലയാള തർജ്ജമ ചെയ്തു ആഴ്ചവട്ടം എന്ന് പറഞ്ഞു. 7 വർഷമാണ്. ആ 7 വർഷത്തിന്റെ നടുക്ക് നിയമത്തെ കഠിനമാക്കി. ഏകാധിപത്യ ഭരണം. സ്തോത്രം. പീഡനകാലത്തിന്റെ ആദ്യത്തെ പകുതിയിൽ 2 സാക്ഷികൾ ശുശ്രൂഷിക്കുക. അതിന്റെ മധ്യത്തിൽ അവരെ കൊന്നുകളയും. 1260 ദിവസം അവർ ശുശ്രൂഷിച്ചു കഴിയുമ്പോൾ അവരെ കൊന്നുകളയും. മറ്റേ 11-ാമത്തെ വെളിപ്പാട് 11-ാം അധ്യായം 3, 7, 8 എന്നീ വാക്യങ്ങൾ നമുക്കത് കാണാം. ആ 2-ാമത്തെ പകുതിയിൽ വളരെ കഠിനമായ ഭരണമാണ്. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ ദുർഭരണം, അവന്റെ ഏകാധിപത്യ ഭരണവും എത്ര നാളാ? 3.5 വർഷമാണ്. ഈ രണ്ടും സപ്പോർട്ടീവ് എവിഡൻസസ്, ഡയറക്റ്റ് എവിഡൻസസ് അല്ല, പിന്നെ സപ്പോർട്ടീവ് എവിഡൻസസ് ആണ്. യോഹന്നാന്റെ സുവിശേഷം എന്ന ഒരു സുവിശേഷത്തിൽ തന്നെ നമുക്കിങ്ങനെ 4 പെസഹായെ കുറിച്ച് പരാമർശം കാണുന്നു. സ്തോത്രം. 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ. സ്തോത്രം. അതാണ് പറഞ്ഞത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകട്ടെ. അങ്ങനെ കർത്താവ് പരസ്യ ശുശ്രൂഷ അവസാനിപ്പിച്ചു.
ഒടുവിൽ യോർദാന്റെ കിഴക്കേ കരയിൽ പെറായ പ്രദേശത്തിരിക്കുമ്പോഴാണ് അവന്റെ അടുത്ത് വിവരമറിയുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി. അവിടെ തന്നെ 2 ദിവസം കണക്ക് താമസം. ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമായി. കാര്യം യെരുശലേമിൽ ചെല്ലുമ്പോഴാണ് കൊല്ലപ്പെടുന്നതെന്ന് ആ ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെരുശലേമിൽ പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി. സ്തോത്രം. 2 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ലാസർ നിദ്രയുള്ളൂ, ഞാൻ അവനെ ഉണർത്താൻ പോകും. അയ്യോ, അവൻ ഉറങ്ങുകയാണെ അവനങ്ങ് ഉണർന്നോളുമല്ലോ, നീ അതിന് പോകണം. പറഞ്ഞ് അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം, അവർ നിന്നെ കല്ലെറിയാൻ തുടങ്ങിയില്ല. അപ്പോൾ കർത്താവ്, അത് കൊള്ളാമല്ലോ, പകലിൽ 12 മണി നേരം ഉണ്ടല്ലോ. സ്തോത്രം. ഇതാ ഞാൻ പോകുന്നു, പകലുള്ളിടത്തോളം അയച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യിക്കണമെന്നുള്ള നേരത്തെയുള്ള പരാമർശം അവിടെ പ്രസക്തമാണ്. പോകുക, അവൻ മുന്നടന്ന് പോവുക. ശിഷ്യന്മാർ പേടിച്ചു പുറകെ നിൽക്കുക. പേടിച്ച് പുറകെ നിൽക്കുമ്പോൾ തോമസാ പറഞ്ഞു, നിങ്ങൾ എത്ര അവിശ്വാസിയാന്ന് പറഞ്ഞാലും അവൻ പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. അവർക്കറിയാം, അവിടെ ചെന്നാൽ ഗുരുവിനെ കൊല്ലും, കൂടെ പിന്നെ ഗുരുവിനെ കൊന്നാൽ പിന്നെ വെച്ചേക്കോ ഇവരെയും തട്ടിക്കളയും. അവനോട് മരിക്കണം, നാം പോകാം എന്ന് പറഞ്ഞ് പോകും. ശിഷ്യന്മാർ പേടിച്ചു പോവുക, ഭയങ്കര പേടിയോടാ യെരൂശലേമിലെത്തി. ഇവർ ഈ ഭയങ്കര ഭയപ്പെട്ട് അങ്ങനെ ചെല്ലുമ്പോഴാ ഗുരു ആരാണെന്ന് ഇവരെ ഒന്ന് അറിയിക്കണമല്ലോ. ഇങ്ങനെ പേടിച്ച് ഒളിച്ച് കയറാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് എൻട്രി, ട്രയംഫൽ എൻട്രി, വിജയകരമായി ഹോസന്ന ആഘോഷമായിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. പോകുന്ന വഴിക്ക് ബേത്ഫാഗയ്ക്കും ബഥാന്യയ്ക്കും ഇടയിൽ ചെന്നപ്പോൾ, സ്തോത്രം, അറിയാമല്ലോ, ബേഥാന്യ എന്ന് പറഞ്ഞാൽ യെരൂശലേമിന് പുറത്തുള്ള നമ്മുടെ മാർത്തയുടെയും മറിയയുടെയും ഒക്കെ ഗ്രാമമാണ്. ബഥാന്യയുടെ യെരൂശലേമിന്റെ സബർബനാണ്. ഈ വലിയ പട്ടണത്തിന്റെ ഒരു സബർബൻ വില്ലേജാണ് ബഥാന്യ. അത് കഴിഞ്ഞ് അതിനും കിഴക്കുള്ള ഒരു വില്ലേജാണ് ബേത്ഫാഗ. അപ്പൊ ബേത്ഫാഗയ്ക്കും ബഥാന്യയ്ക്കും ഇടയിൽ വന്നപ്പം സ്തോത്രം, ശിഷ്യന്മാരങ്ങ് പേടിച്ച് നിൽക്കുക, അങ്ങ് വാവ് കൂടെ വരുണ്ടു വരിക. കർത്താവ് പറഞ്ഞു, ഇതേ ഒരു കാര്യം, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലൂടെ എല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതിനെയൊക്കെ അങ്ങ് പ്രസംഗിച്ച് എതിരെയുള്ളിടത്ത് ചെല്ലണം, ശത്രുവിൻ്റെ അടുത്ത് ചെല്ലണം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്നതെന്നുള്ള അതിൻ്റെ അർത്ഥം നോക്കണേ. സ്തോത്രം. നിങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുസ്തിയാണെന്നല്ല എൻ്റെ അർത്ഥം. ഇവിടെ തൊട്ടടുത്തൊരു ആശുപത്രിയുണ്ട് അല്ലേ, അഹാലിയ ഹോസ്പിറ്റൽ. എൻ്റെ പൊന്നു കർത്താവ്, എന്തൊക്കെ വ്യാഖ്യാനമാണ്. വായി പഠിച്ച പോലൊന്നും വ്യാഖ്യാനിക്കരുത്. പോട്ടെ, അത് വേറെ വിഷയം. ബഥാന്യയിലോട്ട് തന്നെ ആയിരിക്കും പറഞ്ഞു വിട്ടത്. ബേത്ഫാഗയ്ക്കും ബഥാന്യയ്ക്കും ഇവിടെ. അപ്പോൾ അങ്ങോട്ട് എതിരെയുള്ള ഗ്രാമം എല്ലാം പറഞ്ഞു, ഏതാത് ബഥാന്യ, അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അവിടെ ഒരു കഴുതയും അതിന്റെ കുട്ടിയും കെട്ടിയിരിക്കുന്നതാണ്, കൊണ്ടുവരാൻ പറഞ്ഞു. അഴിക്കുമ്പം ഇതിനെന്തിനാ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാൽ അതിന് വിട്ടേക്കെന്ന് പറഞ്ഞു. ഗുരുവിനോട് വളരെ സ്നേഹമുള്ളൊരു ഗ്രാമമാണ് അല്ലേ ബഥാന്യ. ചെന്നു കഴുതയും കുട്ടിയും അഴിച്ചുകൊണ്ട് വന്നു. രണ്ടിനെയും കൊണ്ടുവന്നെന്നാണ്. അതായത് കഴുത ഇതുവരെ ആരും കയറിയിട്ടില്ലാത്തതാണ് കഴുതക്കുട്ടി. ആദ്യം ഒരാൾ കയറുമ്പോൾ അതിന് ഒരു വെപ്രാളവും ബഹളവും അറിയാമല്ലോ. എന്നാൽ തള്ള കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയ ഇതാണ്. അതുകൊണ്ടാണ് ഇതിന് രണ്ടിനെയും കൂടെ കൊണ്ടുവന്നു എന്നാണ് ചില ആളുകൾ അതിന് വ്യാഖ്യാനിക്കുന്നത്. ഈ കഴുതയും കുട്ടിയും കൊണ്ടുവന്നു, വസ്ത്രം അതിന്മേൽ വിരിച്ചു ശിഷ്യന്മാർ. എന്നിട്ട് വളരെ ആഘോഷമായി കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി എന്ന് പറഞ്ഞാൽ കുറെ പേര് വസ്ത്രം വിരിക്കുക. പണ്ട് രാജാക്കന്മാരെ എതിരേക്കുമ്പോൾ വസ്ത്രം അറിയാം, യഹൂവിനെയൊക്കെ എതിരേക്കുമ്പോൾ, യഹൂ അഭിഷിക്തനായി കഴിഞ്ഞ് യഹൂവിനെ എതിരേക്കുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം പടിക്കെട്ടിന്മേൽ വിരിച്ചു. പരവതാനി വിരിക്കുന്നത് പെട്ടെന്ന് പരവതാനി കൊണ്ടുവരാനില്ല, അതുകൊണ്ട് വസ്ത്രം എടുത്തങ്ങ് വിരിക്കുക. ഇതുപോലെ എൻ്റെ പൊന്നു കർത്താവ് വരുമ്പോൾ സ്തോത്രം വസ്ത്രം വഴിയിൽ വിരിച്ചു. പിന്നെ ഇലച്ചിലുകൾ, the foliage from the nearby trees were cut and strewn all over the way. വഴിയെല്ലാം വെതറി. സ്തോത്രം, രാജോചിതമായി. സ്തോത്രം. കുറെ പേര് ഈത്തപ്പനയുടെയും കുരുത്തോലയുടെയും ഒക്കെ ഈ ശിഖരങ്ങൾ വെട്ടി ചുറ്റും നടക്കുന്നവർ ആർപ്പിട്ട് ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം യെരൂശലേമിലേക്ക് ട്രയംഫൽ എൻട്രി. സ്തോത്രം, ഓർപ്പിട്ട് നോക്കണേ. സ്തോത്രം. ശിഷ്യന്മാർ വിചാരിച്ചിരുന്നത് എന്താ? വല്ലതിനും പേടിച്ചൊളിച്ച്, മനസ്സിലാവുന്നുണ്ടോ? ഗുരുവിനെ എങ്ങനെയൊന്ന് ഒളിച്ചതിനകത്താക്കണമെന്നായിരുന്നു അവരുടെ ചിന്ത. സ്തോത്രം. പക്ഷേ എൻ്റെ കർത്താവിന് അങ്ങനല്ല. ഹല്ലേലൂയ. ശിഷ്യന്മാരെ ഒന്ന് ധൈര്യപ്പെടുത്താനായിട്ടാണ് ആ ട്രയംഫൽ എൻട്രി. സ്തോത്രം. അങ്ങനെ അവിടെ ചെന്നു. നമുക്കറിയാമല്ലോ അതിനുശേഷം സ്തോത്രം അടുത്ത അവന്റെ കഷ്ടാനുഭവ ആഴ്ചയുടെ തുടക്കമാണ്. പിന്നെ താമസിയാതെ സ്തോത്രം അവൻ പിന്നെ ദൈവാലയം ശുദ്ധീകരിച്ചു. അറിയാമല്ലോ, ദൈവാലയം ശുദ്ധീകരിച്ചു. അതിൻ്റെയൊക്കെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സ്തോത്രം. ദൈവാലയം ശുദ്ധീകരിച്ചു.
എന്ന് പറഞ്ഞാൽ ദൈവാലയം അങ്ങ് അധപ്പതിച്ചായിരുന്നു, ശരിക്കും അധപ്പതിച്ച. പ്രാക്കളെ വിൽക്കുന്നവരുടെ പ്രാക്കളെ തുറന്നു വിട്ടു, പൊൻവാണിഭക്കാരുടെ മേശകൾ മറിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞാൽ, പൊൻവാണിഭക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുക. നാനാഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുമ്പോൾ അതാത് സ്ഥാനങ്ങളിൽ നിന്നും പെസഹായിക്കു ഇവിടെ യെരൂശലേം ദൈവാലയത്തിൽ വരും. ദൈവാലയത്തിൽ വരുമ്പോൾ അവിടെ കാഴ്ച കൊടുക്കണം, ടെമ്പിൾ ടാക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കണം. പക്ഷെ ഇവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ആ നാണയം കൊണ്ടുവന്നാൽ ഇവിടെ എടുക്കുകയില്ല. കാരണം അതിൽ ആരുടെയെങ്കിലും ഒക്കെ തലയൊക്കെ ഉണ്ട്, കൈസറുടെ തലയൊക്കെ ഉണ്ട്, അറിയാമല്ലോ, സ്വരൂപമുണ്ട്, കൈസറുടെ സ്വരൂപമൊക്കെ ഉള്ളതാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് അത് വിഗ്രഹമാണ്, അതിവിടെ എടുക്കുകയില്ല, ദൈവാലയത്തിൽ അതിടാൻ പാടില്ല. അപ്പൊ കൊണ്ടുവരുമ്പോൾ ഇവിടെ മാറിക്കൊടുക്കും. മണി ചേഞ്ചേഴ്സ് ഉണ്ട്, അറിയാമല്ലോ, ഇവിടുത്തെ പോലെ എക്സ്ചേഞ്ച് കമ്പനി പോലെ മാറിക്കൊടുക്കും. മാറിക്കൊടുക്കാൻ ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ കാശ് അടുക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുക. ബാങ്ക് എന്ന പദമൊക്കെ വന്ന നമുക്ക് അറിയാമല്ലേ, ഒരു ട്രഷർ ചെസ്റ്റ് എന്നേ ഉള്ളു വാക്കിന്, ഒരു മേശ, ഒരു കൗണ്ടർ എന്നേ ഉള്ള ആ വാക്കിന്റെ അർത്ഥം. അല്ല, അങ്ങനെയാ, പണ്ട് അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ മണി കാശ് ഇങ്ങനെ അടുക്കി വെച്ചോണ്ടിരിക്കും. അപ്പോൾ കൊണ്ടുവരുന്നത് ഇവിടെ കൊടുത്ത് ഈ ദൈവാലയത്തിൽ ഉപയോഗിക്കാവുന്ന നാണയം മാറാം. പക്ഷെ ഒരു കാര്യമാണ്, ഇവരെടുക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് അന്യായമാണ്. നോക്കണേ, പുറത്ത് 1 1 ഇവിടെ വരുമ്പം 1 2. അങ്ങനെ അന്യായമാണ് മേടിക്കുന്നത്. അടുത്തത് പ്രാക്കള വിൽക്കുന്നുണ്ട്. പ്രാക്കള വിൽക്കുന്നു പറഞ്ഞാൽ ദൈവാലയത്തിൽ യാഗമർപ്പിക്കാൻ വരുന്നവരാ. ഇതിനകത്ത് സ്റ്റോളുകൾ വെച്ചിരിക്കുക പുരോഹിതന്മാരുടെ കെയർ ഓഫിൽ. ഈ സ്റ്റോളുകളിൽ വിൽക്കുന്ന പ്രാവിന്റെ ചിറകൽ ഒരു സീലുണ്ട്. അകത്ത് കൊണ്ടുവന്നാൽ പുരോഹിതന് നോക്കണം ഊനമുണ്ടോന്ന് നോക്കണം. ഊനമുണ്ടോന്ന് നോക്കുമ്പോൾ വേറൊന്നും നോക്കിയാലേ ചിറകെ സീലുണ്ടോന്നേ നോക്കുള്ളൂ. പുറത്തുനിന്ന് ഒരു തൂവൽ പോലും ഒന്ന് മാറിയിരിക്കാത്ത നിലയിൽ കൃത്യമായി 1-ാം തരം പ്രാവിനെ കൊണ്ടുവന്നാലും ഇല്ല, ഊനമാന്ന് പറഞ്ഞ് തള്ളും. പക്ഷെ ഇതിനകത്തുനിന്നുള്ളത് കൂടെ ഇല്ലേലും വേണ്ടുകയില്ല, സീലുണ്ടെങ്കിൽ അംഗീകരിക്കും. ഇങ്ങനെ അതോ അകത്തെന്നാ വിലയാണെന്നറിയോ? പുറത്ത് 1-ന് ഒരു കാശാണെങ്കിൽ അകത്ത് 1-ന് 10 കാശ്. കൊലപാതകം. അതാണ് കള്ളന്മാരുടെ ഗുഹയാക്കി. ഇവിടെയും ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, എറണാകുളത്ത് ഇങ്ങനെ എവിടെയോ ഒരു പള്ളിയിൽ ഭയങ്കര ഉത്സവം നടക്കുക, പെരുന്നാൾ നടക്കുക. ബസ് ഇങ്ങനെ ഭയങ്കര തിരക്കിങ്ങനെ ബസ് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു, വഴിയിലൊക്കെ കുറെ സാധനം മെഴുകുതിരി വിൽക്കുന്നുണ്ട്, ഇതൊക്കെ അകത്തും സ്റ്റോളിലുണ്ട്, ഇതൊക്കെ വിൽക്കുന്നുണ്ട്. വിളിച്ച് പറഞ്ഞ് ഞാൻ കേട്ടു, വഴിയിൽ നിന്ന് വാങ്ങി വഞ്ചിതരാകരുതേ, അംഗീകരിക്കപ്പെട്ട സ്റ്റോളുകളിൽ നിന്ന് മാത്രം മെഴുകുതിരികളും മറ്റ് നേർച്ച വസ്തുക്കളും വാങ്ങണം, ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ ഇത് അകത്തുനിന്ന് ഉള്ളത് മേടിക്കാൻ നിർബന്ധം? അവിടെ ഭയങ്കര വിലയുമാണ്. അപ്പൊ ഇന്നും ഇത് തുടരുന്നുണ്ടല്ലോ എന്നുള്ള സങ്കടം. അതാണ് കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? പ്രാവിനെയെല്ലാം തുറന്നു വിട്ടു, ഇതെല്ലാം ഊരിട്ടി കളഞ്ഞു, പൊൻവാണിഭക്കാരുടെ മേശയെല്ലാം കൂടെ മാറിച്ചിട്ടു. എന്നിട്ട് പശുക്കളെയും ക്രാക്കളെയും എല്ലാത്തിനെയും തുറന്നു വിട്ടു. ആരെയും ഒന്നും അതുവഴി കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. ചമ്മട്ടി എടുത്ത് അടിച്ചോടിച്ചു. നോക്കണേ, വായിക്കുന്നുണ്ടല്ലോ, വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആരെയും ശുദ്ധീകരിച്ചു. പിന്നെ അവിടെ മുതൽ സ്തോത്രം എന്നും അവിടെ ഉപദേശിക്കുക, മണ്ഡപങ്ങളിൽ ഇരുന്ന് ഉപദേശിക്കുക. രാത്രി ഒലിവുമലയിൽ പോയി താമസിക്കും, രാവിലെ വരും. അവന്റെ വചനം കേൾക്കാൻ ജനമെല്ലാം വരും. നാനാ ഭാഗത്ത് നാട് വന്നിട്ട് അവർ വരും, അവരെ ഉപദേശിക്കും. സ്തോത്രം. അങ്ങനെ സ്തോത്രം പെസഹാ ദിവസമായി. സ്തോത്രം. പെസഹായുടെ ദിവസം, അന്ത്യ അത്താഴം. അതിനെ സംബന്ധിച്ച് യൂദായെ സംബന്ധിച്ചുള്ള കാര്യം വിശദീകരിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞാണ്. അന്ത്യ അത്താഴത്തിൽ നിന്ന് യൂദ എഴുന്നേറ്റുപോയി, ഒറ്റിക്കൊടുക്കാൻ വന്നു. ഗെദസമനയിൽ വന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. പല ആൾക്ക് ഗെദസമനയിലെ ഈ സംഭവ സംബന്ധമായി ഇത്തിരി തെറ്റിദ്ധാരണകളുണ്ട്, ശ്രദ്ധിക്കണേ. ഗെദസമനയിൽ യേശു നിലത്തു വീണ് കിടന്ന് പ്രാർത്ഥിക്കാം, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോ. നോക്കണേ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരെ കൊണ്ട്, ബാക്കി 11 പേരെയും കൊണ്ട് പോയിട്ടുണ്ട്. 11 പേരും കൂടെ ഉണ്ട്. യൂദ അങ്ങ് പോയല്ലോ, ബാക്കി 11 പേരും കർത്താവിന്റെ കൂടെ ഉണ്ട്. അകത്ത് ഈ തോട്ടത്തിൽ കയറിയപ്പോഴേ 8 പേരോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഈ 3 പേരെയും കൊണ്ട് കുറെ കൂടെ അകത്തോട്ട് പോയി, നിങ്ങൾ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അവിടുന്ന് ഒരു കല്ലേറ് ദൂരം, അരമ്പിൻപാട് ദൂരത്തിൽ നിന്ന് നിലത്തു വീണ് പ്രാർത്ഥിക്കാം,
ചിലപ്പോൾ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്, എന്താ ഈ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെ മാത്രം ഇത്ര സ്പെഷ്യലായിട്ട് കൊണ്ടുപോയത്? എപ്പോഴും ഒരു ഇന്നർ സർക്കിൾ കർത്താവിനുണ്ടായിരുന്നു. വെൽ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. മാത്രമല്ല, മരുവമലയിൽ ഇവർ 3 പേരുമാണ്. യായിറോസിനെ മേലെ ഉയർപ്പിക്കാൻ നേരത്തും ഇവരെയാ കൊണ്ടുപോയത്. ഇങ്ങനെ ചില പ്രത്യേക സമയങ്ങളിലൊക്കെ ഇവർക്ക് കർത്താവിനെ കൂടെ നിൽക്കാൻ പദവി കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ഗെത്സമനായിക്ക് വേണ്ടി അവർ ഒരുക്കുകയായിരുന്നു. കേൾക്കുന്നുണ്ടോ? എന്റെ ഗുരു നിലത്തു വീണ് കിടന്ന് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന രംഗത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഗെത്സമനായിലെ വേദനയിൽ അവനോട് കൂടെ, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാനും ഈ 3 പേരെ ഈ 3.5 വർഷമായി ഒരുക്കുകയായിരുന്നു. സ്തോത്രം. പക്ഷെ അവര് പോലും പരാജയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പ്രത്യേക പദവികള്, പ്രിവിലേജസ് വല്ലതും നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ഏറെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു. അങ്ങനെ ഇവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും പിന്നെയും ഗുരു വരുമ്പോൾ അവർ കിടന്നുറങ്ങുക. 1 മണി നേരം, 1 നാഴിക നേരം എൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. പിന്നെയും ചെന്ന് നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിക്കുക. പിതാവേ, കഴിയുമെങ്കിൽ എന്താ ഈ പാനപാത്രം? ചില ആളുകൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണത്തിന്റെ സാധ്യത അടുത്ത് വന്നപ്പം പിടയ്ക്കായിരുന്നു. ചില ആളുകൾ യേശുവിനെ വിമർശിച്ച് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. സോക്രട്ടീസ് നോക്കിക്കേ, ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ വിഷം കൊടുത്തു കൊല്ലാൻ കോടതി വിധിച്ചു. കോടതി വിധിച്ചപ്പോൾ സോക്രട്ടീസ് കോടതിയിൽ ഇങ്ങനെ പറഞ്ഞു, ഹെംലക്ക് എന്ന വിഷം കൊടുത്തു കൊല്ലാനാ. കോടതി എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? അതെ, സാധാരണ ഈ വിഷം കൊടുത്തു കൊല്ലുമ്പം പടയാളികൾ നിലത്തോട്ട് ചേർത്ത് അമർത്തി പിടിച്ച് മലർത്തി കിടത്തി കയ്യും കാലും പിടിച്ച് ബലമായി വാ പിളർന്ന് ഒഴിച്ചു കൊടുത്ത് മൂക്ക് പിടിച്ച് കുടിപ്പിക്കുകയാണല്ലോ. അതെ, പ്ലീസ് എന്റെ കാര്യത്തിൽ അത് ചെയ്യണ്ട, ഇനി തന്നാ മതി, ഞാൻ കുടിച്ചോളാന്നു. നീ കുടിച്ചോളൂ, കുടിച്ചോളാന്നു. ശരി, അത് അനുവദിച്ചിരിക്കുന്നു കോടതി പറഞ്ഞു. സാധാരണ കാര്യം ഈ വിഷമൊക്കെ കുടിച്ച് ചാകാന്ന് പറഞ്ഞ ഹെംലൊക്കെ ഉഗ്ര വിഷമാണ്. ബലമായി പിടിച്ച് തറയിലോട്ട് കിടത്തി കയ്യും കാലും അമർത്തി പടയാൾ പിടിച്ച് വാ പിളർന്ന് ഒഴിച്ച് മൂക്ക് പിടിച്ച് കുടിപ്പിക്കുന്നു. അത് വേണ്ട. അനിശ്ചിത ദിവസം സോക്രട്ടീസ് വന്നു, കരഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച ശേഷം ആ വിഷപ്പാനപാത്രം തന്നെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ വാങ്ങി അതിനെ ചുംബിച്ചു. ആ പാത്രത്തെ ചുംബിച്ച് പുഞ്ചിരിയോടെ അത് കുടിച്ച് വീണ് മരിച്ചു എന്നാണ്. ആ സോക്രട്ടീസിന്റെ മുമ്പിൽ യേശു മരണത്തിന് സാധ്യത എടുത്തപ്പോഴത്തേനും, ഞാൻ വായിച്ച പുസ്തകത്തിനകത്ത് ഇരിക്കുന്നത്, തന്റെ കൂട്ടത്തിലുള്ള ഒരാള് ശത്രുപക്ഷം തിരിഞ്ഞ് ഒറ്റിക്കൊടുക്കാൻ പോയിട്ടുണ്ടെന്ന് രക്ഷപ്പെടാൻ സാധ്യത ഇല്ലെന്ന് മനസ്സിലാക്കിയതോടെ കണ്ടെന്ന് പിടയ്ക്കുകയാണ്. കഴിയുമെങ്കിലും ഒന്ന് കാണാൻ മാറ്റണേ, നല്ലേ. മരണം മാറ്റാനല്ല. എന്താണ് ആ പാനപാത്രം? ആദാമ്യവർഗത്തിന്റെ പാപമാണ്. സ്തോത്രം. വായിച്ചാട്ട് മത്തായി 26:42. മത്തായിയുടെ സുവിശേഷം 26:42 വാക്യം. ഇതും കൂടെ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടുക എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോക്കണേ, രണ്ടാമതും പോയി പ്രാർത്ഥിച്ചത് എന്താ? പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ. എന്താ ഒന്ന് നീങ്ങണം? എന്താ നീങ്ങേണ്ടത്? മനുഷ്യവർഗത്തിന്റെ പാപം. മനസ്സിലായല്ലോ? അത് ഞാൻ കുടിക്കാതെ, ഞാൻ ഏറ്റെടുക്കാതെ അത് നീങ്ങുകയില്ലെങ്കിൽ നിന്റെ ഇഷ്ടമായിക്കോട്ടെ. സ്തോത്രം. അതായത് പാപത്തിന്റെ അഭീകരാവസ്ഥ കണ്ടപ്പോൾ, ആദാമ്യവർഗം ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഭീകരാവസ്ഥ കണ്ടപ്പോൾ, താനത് ഏറ്റെടുക്കുന്ന രംഗം വന്നപ്പോൾ, പാപത്തെ കണ്ടുകൂടാതെ വണ്ണം സ്വച്ഛ കണ്ണുള്ളവനായ ദൈവകുമാരൻ, സ്തോത്രം, മനസ്സിലായല്ലോ, ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമായിക്കോട്ടെ. ഞാൻ കുടിക്കാതെ ഇത് മാറാൻ വേറെ വല്ല വഴിയുണ്ടെങ്കിൽ അത് ചെയ്യണം. അല്ല, ഞാൻ കുടിച്ചെങ്കിലേ ഇത് മാറുകൊള്ളെങ്കിൽ തന്നേരെ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. കൂടുതൽ വിശദീകരിക്കാം. സ്തോത്രം. സമയം പരിമിതമാണ് എങ്കിലും ഉള്ള പരിമിതിയിൽ ഞാൻ വിശദീകരിച്ചു തരാം. സ്തോത്രം. ഒരു 2-3-4 മിനിറ്റ് കൂടി പ്ലീസ് ശ്രദ്ധിക്കുക. ഞാൻ കുടിക്കാതെ
ഇത് നീങ്ങാൻ നേരെ വല്ല വഴിയുണ്ടെങ്കിൽ അത് ചെയ്തോണമെന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചേ, ഒരു സൗരയൂഥം കൂടെ ഉണ്ടാക്കിയാൽ ആദാമ്യവർഗത്തിന് പാപത്തിന് പരിഹാരമാകുമായിരുന്നെങ്കിൽ, കേൾക്കുന്നുണ്ടേ, തന്റെ പുത്രനെ കുരുതി കൊടുക്കുകയില്ല, ഒരു സൗരയൂഥം കൂടെ സൃഷ്ടിച്ച് പരിഹാരം വരുത്തിയത്. എന്നാൽ ഒരു സൗരയൂഥമല്ല, 1000 സൗരയൂഥങ്ങൾ ഉണ്ടാക്കിയാലും സ്തോത്രം, പാപരഹിതനായൊരുവൻ പാപമേറ്റെടുക്കാതെ പാപത്തിന് പരിഹാരമില്ല. സ്തോത്രം. പാപപരിഹാരത്തിന് വേറൊരു വഴിയുമില്ലെന്നുള്ളത് സകല മനുഷ്യവർഗത്തോടും വ്യക്തമാക്കി കൊടുക്കേണ്ടതിനാണ് കർത്താവ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ഗെത്സമനായിലെ വേദന. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 1 പത്രോസ് 2:24 വേഗം ഒന്ന് വായിച്ചേരെ. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മനുഷ്യൻ നീതിക്ക് വിധിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നോക്കണേ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. മുമ്പ് ഞാൻ പറഞ്ഞതുമായിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. കാരണം കർത്താവ് തന്റെ അകത്തല്ല, ആന്തരിക ആളത്വത്തിലല്ല പാപം ചുമന്നത്. മനസ്സിലായല്ലോ? തന്റെ ശരീരത്തിൽ സ്തോത്രം. ഒരു ആട്ടിൻകുട്ടിയെ പാപയാഗമായി അർപ്പിക്കുമ്പോൾ അതിനെ കൊണ്ടുവരുന്നയാൾ അതിന്റെ തലയിൽ കൈവച്ച് തന്നെ പാപം മുഴുവൻ പറഞ്ഞ് അതിനെ ചുമത്തും. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് കൊല്ലും. അതിന്റെ രക്തം തളിക്കും. അതിന്റെ ശരീരം ഖണ്ഡമായി നുറുക്കി ദഹിപ്പിക്കും. കേൾക്കണേ? അപ്പോൾ ആദ്യത്തെ ചുവട് പാപം മുഴുവൻ പറഞ്ഞതിനെ ഏൽപ്പിക്കുക, ചുമത്തുക. ഇതുപോലെ മനുഷ്യവർഗത്തിന് ലോകത്തിന്റെ പാപം ചുമന്ന് ഒഴിക്കുന്ന ദൈവകുഞ്ഞാണ്. സോറി, പാപം ചുമക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ ആ ഭീകരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏറ്റെടുത്തത് പാപത്തിന്റെ കുറ്റമാണ്. വളരെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഞാൻ ഒരു ചെറിയ കാര്യം ഇന്ന് പറഞ്ഞു നിർത്താം, ബാക്കി ഞാൻ അടുത്ത ദിവസം പറയാം. പാപത്തിന്റെ കുറ്റമാണ് നടന്നൊരു സംഭവം. ഞാൻ ഇച്ചിരി മാറ്റം വരുത്തുന്ന സന്ദർഭത്തിന് യോജിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു NRI അച്ചായനാണ്. ഇവിടെ വെരി ഹൈലി പ്ലേസ് ആണ്. ഫാമിലിയായിട്ട് താമസിച്ചത്. 3 മക്കളാണ്. 2 പെൺപിള്ളേരും ഒരു ചെറുക്കനുമാണ്. രണ്ടാമത്തെ ചെറുക്കൻ 10ാം ക്ലാസ് ആയപ്പോൾ മോളെ നാട്ടിൽ വിട്ടു. അവൾ പ്രീ-ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. ഒരു പ്രൊഫഷണലിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചു. ഹി കെയിം ടു അവർ ഫാമിലിയായിട്ട് ഇവിടെ വന്നു. ഒരു വെൽ പ്ലേസ്ഡ് ആയി. ചെറുക്കൻ ഭയങ്കര മിടുക്കനാണ്. മൂന്നാമത്തെ കുഞ്ഞ് മോളും പഠിച്ചുകൊണ്ടിരുന്നു. അവൾ BSc പഠിച്ചുകൊണ്ടിരിക്കും. അവളെയും കല്യാണം കഴിപ്പിച്ച് അയച്ചു. അപ്പം മോൻ പ്രീ-ഡിഗ്രി പഠിച്ചു. വീട്ടിൽ ഇവിടെയുള്ള അച്ചായൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. വലിയ വീടും സൗകര്യങ്ങളും. പണ്ട് തന്നെ ഒരു ധനാഢ്യരാണ്. വലിയ സൗകര്യങ്ങളോടെ താമസിക്കുന്നു. അവൻ പ്രീ-ഡിഗ്രിക്ക് പഠിച്ചു. എൻട്രൻസ് എഴുതി. മെഡിസിന് കിട്ടി. നാട്ടിൽ തന്നെ മെഡിക്കൽ കോളേജിൽ പഠിച്ചു. MSc ചെയ്തു. ഇവർക്കും കൂടി ഷെയർ ഉള്ള ഒരു വലിയ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ ഇവൻ സർജനായി ജോയിൻ ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മളിതിനെ ഈ നാട്ടിൽ കിടക്കുന്നത്, മോനെ ഏതായാലും നാട്ടിൽ കിടന്നാൽ മതി, അവനിങ്ങോട്ട് കൊണ്ടുവരണ്ട, നമുക്കും പോയേക്കാം. അവരിവിടുന്ന് TR-ആയി നാട്ടിൽ പോയി. നല്ലൊരു കുടുംബം, ദൈവഭക്തരായ ആളുകൾ. അവിടെ ചെന്നു. അങ്ങനെ ഇരിക്കും. ഈ മോന് വേണ്ടി പലയിടത്തും കല്യാണാലോചനകളായി. വളരെ യോഗ്യനായ ചെറുപ്പക്കാർ, എല്ലാം എവറിഥിങ് പോസിറ്റീവ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതുപോലെ യോഗ്യവതിയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇവന് കല്യാണം ആലോചിച്ചു. ഷി വാസ് ഡൂയിങ് ഹെർ ഹൗസ് സർജൻസി. MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ നിലയിലും വളരെ യോഗ്യമായ കല്യാണം ഔപചാരികമായി ഉറയ്ക്കാൻ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇവരെല്ലാം കൂടി പോകുകയാണ്. ഇവർ പോകുമ്പോൾ ഈ വീട്ടിലൊരു ചെറിയൊരു വിഷമമുണ്ടായി. കാര്യം ചെറുപ്പം മുതലേ ഈ വീട്ടിൽ വളരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇവരുടെ ഈ തറവാട്ടിൽ കൊച്ചൊരു പെണ്ണായിട്ട് ഈ വീട്ടിൽ വന്നതാണ്. അന്ന് ഈ വീട്ടിലൊരു അംഗം പോലെ അവൾ അവിടെ വളരുകയാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അകത്തെ ആളാണ് അവൾ. ഇന്ന് വളരെ സുന്ദരിയായ ഒരു യുവതിയാണ്. ഇവരെ കല്യാണം നിശ്ചയിക്കാൻ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയതും ഇവൾ അവളുടെ വീട്ടിലേക്ക് പോയി. അവള് അവിടെ ചെന്ന് പറഞ്ഞു. അന്നേരമാണ് അവൾ ഗർഭവതിയാണെന്നും ഈ മകൻ അതിന് ഉത്തരവാദിയാണെന്നുള്ളത് അവളുടെ വീട്ടിൽ പറയുക.
ഇവർ കല്യാണ നിശ്ചയം കഴിഞ്ഞ് വരുന്ന വഴിക്ക് കേട്ട വിവരം ഈ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാം കൂടി ബഹളമായി, ഭയങ്കര ബഹളമായി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു കൂട്ടം പരാതി കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന് വീടിന് മുൻപിൽ ഗേറ്റിന് മുമ്പിൽ ഭയങ്കര ബഹളമായിരിക്കുക. വന്ന വഴിക്ക് തന്നെ ഈ മോനെ അവരുടെ ബന്ധുക്കൾ വീട്ടിലേക്ക് അയച്ചു. ചില ഉത്തരവാദിത്തപ്പെട്ടവരെ മാത്രം വീട്ടിൽ വന്ന് ഇതിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പെണ്ണിൻ്റെ അടുത്ത ബന്ധുക്കളായ ആളുകളെ വിളിച്ചു. പ്രധാനം പറഞ്ഞു, എന്തെങ്കിലും പരിഹാരം ഉണ്ടാകാം. ഏതായാലും പരിഹാരത്തിനുള്ള പരിശ്രമമായി ഇവർ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ്. എന്താ വഴി? വളരെ സങ്കീർണമായ പ്രശ്നം. ഒടുവിൽ ഈ അപ്പൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വഴിയില്ലല്ലോ, ഞാനാന്ന് പറയാം പോലീസിൽ, ഏതായാലും പരിഹാരം ഉണ്ടായാൽ മതിയല്ലോ. മോനാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ കല്യാണം നടക്കുകയില്ല. അത്ര യോഗ്യരായ ആളുകളാണ്. കല്യാണം ഉറച്ചാണെങ്കിലും മാറിപ്പോവും. ഞാനാണെന്ന് പറയാം. പലരും പറഞ്ഞു വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല, വേറെ വഴിയില്ല. അങ്ങനെ അപ്പനും എല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പനാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. പോലീസിന്റെ മധ്യസ്ഥതയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് 1.5 ലക്ഷം രൂപ ഈ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരമായി കൊടുത്തു. ഈ കുഞ്ഞിനെ അവരെടുത്തോളാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രശ്നം തീർത്തു. ഈ ആളുകളുടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് അപ്പനെ ഒരു 2 ദിവസത്തേക്ക് അവർ ലോക്കപ്പിൽ വിട്ടു, അല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും. ഏതായാലും അങ്ങനെ സമാധാനപരമായി അധികം പേരറിയാതെ കാര്യങ്ങൾ പരിഹരിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നാട്ടുകാരുടെ ഇടയിൽ ഒരു പറച്ചിലായി, അപ്പൻ ഈ കാര്യത്തിൽ കുറ്റക്കാരനാണെന്നുള്ളതാണ് പുറത്തറിഞ്ഞു തുടങ്ങിയത്. കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പം പലരും ക്ഷയിക്കാൻ കൊടുക്കുകയില്ല. ഇപ്പം ഒരു ദിവസം വേദപുസ്തകം കൊണ്ട് കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ കവലയ്ക്കിരുന്ന പിള്ളേരെ കൂകി വിളിച്ചു. പിന്നെ അടുത്ത് പോണെങ്കിൽ പോലും കാറലാ പോകുന്നു. കൂട്ടായ്മയ്ക്ക് പോകാതായി, പുറത്തോട്ട് തലയിൽ നീട്ടാൻ മേലാതായി, അപമാനമായി. അപ്പൻ അതിന് കുറ്റക്കാരനാണെന്നായി നാട്ടുകാരെ മുഴുവൻ പറച്ചു. വളരെ സങ്കടകരം. അയാൾ ഒരു ഇൻട്രോവേർട്ടായി വീട്ടിൽ തന്നെയൊക്കെ ഇരിക്കുക. ഒരു ദിവസം തൻ്റെ അടുത്തൊരു ബന്ധുവിനോട് അദ്ദേഹം പറഞ്ഞു, എടോ മനുഷ്യ, എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റ് കൊടുക്കായിരുന്നു, ശിഷ്ടമുള്ള ആയുസ് മുഴുവൻ തുറുങ്കിൽ കിടക്കായിരുന്നു, പക്ഷേ അതൊക്കെ സഹിക്കായിരുന്നു. പക്ഷെ എൻ്റെ മകളെക്കാൾ പ്രായം കുറഞ്ഞ ഈ പെൺകുട്ടിയോട് ഞാൻ ഇത്ര നീചമായി പെരുമാറി എന്നുള്ള ആ കുറ്റം എൻ്റെ തോളൽ വെച്ചത് എനിക്ക് സഹിക്കാൻ മേല. അതും എൻ്റെ പൊന്നോമന പുത്രൻ നിമിത്തം ഞാൻ ഈ വിഴുപ്പ് ചുമക്കേണ്ടി വരുന്നല്ലോ എന്നോർത്ത് എനിക്ക് സഹിക്കാൻ മേല. 6 മാസത്തിനകം അയാൾ ഹാർട്ട് അറ്റാക്കായി മരിച്ചു. അപ്പം പറയുന്നത് കേട്ടി, തുറുങ്കിൽ കിടക്കാം, സ്വത്തെല്ലാം വിറ്റ് കൊടുക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം, വഴിയിൽ പിച്ചക്കാരനെ പോലെ നടന്നോളാം. അതൊന്നുമല്ല കഠിനം. ശിക്ഷ എങ്ങനെയും സഹിക്കാം, പക്ഷെ ഈ കുറ്റം ചുമക്കാൻ വയ്യ. മനസ്സിലാവുന്നുണ്ടോ? ആ മാനസിക വ്യഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ. ഗതസമനായിൽ ഏതാണ്ട് തത്തുല്യമായ ഒരു രംഗമാണ് അരങ്ങേറിയത്. സ്തോത്രം. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട തന്റെ മക്കൾ